നാരായണ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാനാതീതഗുണാകര സുമനസാമഗ്രേസര ശ്രീപതി ധ്യാനാവസ്ഥിതമാനസ പരിണത പ്രജ്ഞപ്രകൃഷ്ടാശയ നാനാശാസ്ത്ര വിശാരദ പ്രണിപതൽ ഭക്തവ്രജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ ബാലകൃഷ്ണം പരം ഗുരും വാഗീശാദ്യാസു മനസാം സർവാർത്ഥാനാം ഉപക്രമേയം നത്വാ കൃതകൃത്യാസ്യുസ്തം നമാമി ഗജാനനം ദോർഭിർയുക്താചതുർഭിസ്ഫടികമണിമയീ അക്ഷമാലാം ദദാനാ ഹസ്തേനൈകേന പദ്മം ചിതമപി ച ശുകം പുസ്തകം ചാപരേണാം ഭാസാ കുന്ദേന്ദുശങ്കസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം ജന്മാദ്യസ്യ യതോന്വയാദിധരതശ്ചർത്തുഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യസ്സൂരയാം തേജോ വാരിമതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം വരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ വരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര ശുശ്രൂഷുപിത്തൽക്ഷണാൽ നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാതമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹ കാതര ആജുഹാവാ പുത്രേതി തന്മയതയാതരമോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവം അഖിലശ്രുതി സാരമേകമധ്യാത്മദീപമതിഥിർഷതം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തന്ന വിദുഃ സുരാസുരഗണാ. ദേവായ തസ്മൈ നമഃ.
കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകാവേദവേദ്യം പരം ബ്രഹ്മ ദാസതാം പുരതോ മമ ഭൂതേർമഹദ്ഭിജയിമാ പുരോ വിഭും നിർമ്മായ ചേതേതമോഷു പുരുഷ ഭുക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സ്വരം വിശിഷ്ട ഭഗവാൻ ഭജാംസി മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപതേ. ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണായ നമോ നമ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഒരു ശ്ലോകമെങ്കിലും അർത്ഥബോധത്തോടു കൂടിയിട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഭാഗവതം അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ കോടി ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പാപം അതോടുകൂടെ നശിക്കുന്നതാണ്. അപ്പൊ ആ ശ്രീമദ് ഭാഗവതത്തിന്റെ ശക്തി എത്രയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. കോടി ജന്മങ്ങളിൽ ചെയ്ത പാപം നശിപ്പിക്കാനുള്ള കഴിവ് ഒരു ശ്ലോകം അല്ലെങ്കിൽ അരശ്ലോകം നമ്മള് അർത്ഥബോധത്തോടു കൂടിയിട്ട് സ്വന്തം മുഖം കൊണ്ട് വായിക്കുകയാണെങ്കിൽ, പഠിക്കുക എന്ന് വെച്ചാൽ അത് നമ്മളെ ഉള്ളിൽ ഉറപ്പിക്കുക എന്നർത്ഥം. അങ്ങനെയാണ് വെച്ചാൽ കോടി ജന്മങ്ങളിൽ ചെയ്ത പാപം നശിക്കുന്ന. എന്താ കാരണം? ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണ് ശ്രീമദ് ഭാഗവതം. പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്നാണ്. കുറച്ചു മുമ്പ് ആശ്രമത്തില് വിദേശത്ത് നിന്ന് ഒരു ദമ്പതിമാര് വന്നു അവിടെ നിന്നാണ്. അവര് നല്ല ശ്രീകൃഷ്ണ ഭക്തന്മാരാണ്, അവരുടെ ഫാമിലി മുഴുവൻ. അപ്പോ പാലക്കാട് വന്നപ്പോ പാലക്കാട് ശിവാനന്ദാശ്രമം ശ്രീമദ് ഭാഗവതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭാഗവത ക്ലാസുകളൊക്കെ നടക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നും, പിന്നെ ഭാഗവതത്തെ പ്രചരിപ്പിക്കാനായിട്ട് തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചതായിട്ടുള്ള സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികള്, അപ്പൊ അദ്ദേഹം തികഞ്ഞ ഭാഗവതോത്തമനായിട്ടുള്ള അദ്ദേഹമാണ് ആ ആശ്രമത്തിന്റെ സ്ഥാപകൻ എന്നൊക്കെ കേട്ടപ്പോ അവരാശ്രമം കാണണം എന്നുള്ള ഉദ്ദേശത്തിൽ അവിടെ വന്നു. സ്വാമിജിയുടെ സമാധി മണ്ഡപത്തിൽ വന്ന് നമസ്കരിച്ചു. അത് കഴിഞ്ഞ് ഇപ്പൊ അവിടെയുള്ള സ്വാമിജിയുടെ മുറിയിൽ ചെന്ന് അവര് സ്വാമിജിയുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ അവര് ഭാഗവത പുസ്തകം എടുത്ത് വല്ലാണ്ട്, അതായത് തൊട്ട് വളരെ ഭക്തിയാദരവോട് കൂടിയിട്ട് ശിരസിൽ വെക്കുക, പിന്നെ പ്രദക്ഷിണം വെക്കുക, പുസ്തകത്തെ നമസ്കരിക്കുക. അവിടെ മണ്ഡപത്തിലൊരു ഭാഗവത പുസ്തകമുണ്ട്, അത് ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ദിവസം വായിക്കുന്നതാണ്. അപ്പൊ ആ പുസ്തകത്തിനെ വളരെ ഭവ്യതയോട് കൂടിയിട്ട് നമസ്കരിക്കുന്നു. സ്വാമിജി ചോദിച്ചു, എന്താണ് ഭാഗവതത്തിനോട് ഇത്രയും താല്പര്യം ഉണ്ടാവാൻ കാരണം എന്ന് ചോദിച്ചപ്പോ, ഭാഗവതത്തിൽ ഓരോ അക്ഷരത്തിലും ശ്രീകൃഷ്ണ ഭഗവാൻ നിറഞ്ഞു നിൽക്കുകയാണ് എന്നാണ് ആ വിദേശ ദമ്പതിമാര് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഭാഗവതത്തിന്റെ മഹിമ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് വിദേശത്തുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ട് അവര് ആ ഭാഗവതത്തെ ആദരിക്കുന്നു, അതുപോലെ തന്നെ പൂജിക്കുന്നു, ആശ്രയിക്കുന്നു. നമ്മൾ പിന്നെ അത് വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ച സംശയമാണ്, കഷ്ടിയാണ്. പക്ഷേ നമ്മളെക്കാൾ ഉപരിയായിട്ട് മറ്റൊരത് മനസ്സിലാക്കി അതിനെ പഠിക്കാൻ ശ്രമിക്കും, അതിനെ ആ പറഞ്ഞ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അത് ആ താല്പര്യങ്ങളെ ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർക്കാനും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളും ആ ഭാഗവതത്തെ ശരിക്കുള്ള ഭക്തിയോട് കൂടിയിട്ട് സമീപിക്കണം എന്നാണ്. ഭക്തിയോടുകൂടി വേണം ഭാഗവതം പഠിക്കാൻ എന്നാണ്. ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ ഭാഗവതം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ആ മായയുടെ മറയൊക്കെ നീക്കിയിട്ട് പരിലസിക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്നാണ്. പക്ഷെ ഭക്തിയോടുകൂടെ നമ്മൾ ഭാഗവതത്തെ സമീപിക്കണം എന്നാണ്. ഭക്തിയോട് കൂടിയിട്ടാണ് ഭാഗവതത്തെ ആശ്രയിക്കുക. കാരണം ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങള് അതിനെ ശരിയായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ച് ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് ജീവനെ എത്തിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ വളർത്താനുള്ള ഉപദേശങ്ങളാണ് ഭാഗവതത്തിലെ കഥകളിലൂടെയും സ്തുതികളിലൂടെയും അതുപോലെ തന്നെ ഉപദേശങ്ങളിലൂടെയും ഒക്കെ അതിനുള്ള മാർഗമാണ് കാണിച്ചു തരുന്നത്. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ കൊണ്ട് ജീവൻ എങ്ങനെ പരമഗതിയെ പ്രാപിക്കുന്നു എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈശ്വരന്റെ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി, ഭഗവാന്റെ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി വരുമ്പോ
പ്രാപഞ്ചിക വസ്തുക്കളോട് വിരക്തി ഉണ്ടാവും. ആ വിരക്തി പൂർണ്ണമാകുന്ന സമയത്ത് ആ ജ്ഞാനം, എന്താ ജ്ഞാനം? അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ഭാവം, ഞാൻ ആത്മാവാണ്, ഞാൻ ശരീരമല്ല, ഇതുവരെ അത് തെറ്റിദ്ധരിച്ചതാണ് എന്നുള്ള ആ ഭാവം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുന്നതാണ്. അതിനെ അനുഭവ സ്വരൂപമാക്കി തീർക്കാൻ പറ്റുന്ന, അങ്ങനെ ആ ഞാൻ ആത്മാവാണെന്ന അനുഭവം വന്ന ആൾക്ക് പിന്നെ ഈ ലോകത്തിലെ ഒരു ഭാവങ്ങളും ബാധകമല്ല. പിന്നെ അയാൾക്ക് ദുഃഖം എന്നുള്ള ഭാവമില്ല, പരമാനന്ദം മാത്രമാണ്. കാരണം ആത്മാവാനന്ദ സ്വരൂപനായതുകൊണ്ട്. അതിനെ അറിയാത്തത് കൊണ്ടും അനുഭവിക്കാത്തത് കൊണ്ടാണ് നമ്മളെ എപ്പോഴും ദുഃഖികളായിട്ട് നടക്കുന്നത്. അതിനെ അറിഞ്ഞ് അനുഭവിച്ചു കഴിഞ്ഞാലോ പിന്നെ അവിടെ ദുഃഖം എന്നുള്ളതിന് സ്ഥാനമില്ല. അതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ അതിൽ കഴിഞ്ഞ ദിവസം നമ്മള് ഗോപികൾക്ക് ഭഗവാൻ ആധ്യാത്മികമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്ന രംഗത്തെ കുറിച്ചാണ് വർണ്ണിച്ചത്. 82-ാമത്തെ അധ്യായത്തില് അപ്പൊ ഗോപികളോട് പറഞ്ഞു, അതായത് നിങ്ങൾക്ക് എളുപ്പം എന്നെ പ്രാപിക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം എന്നാണ്. എന്താ എളുപ്പം ഭഗവാനെ പ്രാപിക്കാനുള്ള മാർഗം എന്നാണെങ്കിൽ, അതായത് ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും എല്ലാ ശരീരങ്ങളും പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. അപ്പൊ ആ പഞ്ചഭൂതങ്ങളെയൊക്കെ ആത്മാവിലാണ് ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടായി നിരന്തരം നശിക്കുന്നത്. അപ്പോൾ എല്ലാ ശരീരങ്ങളെയും അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളെ മുഴുവൻ ആത്മാവായിട്ടും ആത്മാവിനെ പരമാത്മാവായിട്ടും കാണുക. എല്ലാ ശരീരങ്ങളെയും ആദ്യം പഞ്ചഭൂതങ്ങളായിട്ട് കാണുക, പഞ്ചഭൂതങ്ങളെ ആത്മാവായിട്ട് കാണുക, ആത്മാവിനെ പരമാത്മാവായിട്ട് കാണുക. ഇതാണ് നിങ്ങൾക്ക് എന്നെ പ്രാപിക്കാനുള്ള എളുപ്പമായിട്ടുള്ള അനുഷ്ഠാനം എന്നാണ് ഗോപികൾക്ക് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശം. ഇത് ഗോപികൾക്കല്ല, നമുക്കൊക്കെ തരുന്ന ഉപദേശമാണ്. എല്ലാ ശരീരങ്ങളും, ആ ശരീരം സത്യമല്ല, കാരണം അതൊക്കെ പഞ്ചഭൂതാത്മകമാണ്. പക്ഷെ സത്യമായത് എന്ത്? ആത്മാവ്. ആ ആത്മാവിലാണ് ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടായി നിരന്തരം നശിക്കുന്നത്. അപ്പൊ എല്ലാ ശരീരങ്ങളെയും പഞ്ചഭൂതങ്ങളായിട്ടും പഞ്ചഭൂതങ്ങളെ ആത്മാവായിട്ടും ആത്മാവിനെ പരമാത്മാവായിട്ടും കാണുക എന്നാണ്. അപ്പോ ഈ തത്വോപദേശം കൊണ്ട് ഗോപികൾക്ക് ആ തത്വജ്ഞാനം ഉണ്ടായി എന്നാണ്. എന്താണ് ഭഗവാൻ പറയുന്നതോടുകൂടി അവർക്ക് ആ അനുഭൂതി തലത്തിൽ അവർക്ക് എത്താൻ കഴിഞ്ഞു എന്നാണ്. അപ്പൊ ഉപദേശിക്കുന്ന ആൾക്ക് അതിനനുസരിച്ചിട്ടുള്ള യോഗ്യത ഉണ്ടെങ്കിൽ കേൾക്കുന്ന ആൾക്ക് അത് കേൾക്കാൻ, അതിനെ മനസ്സിലാക്കാനുള്ള മനോഭാവവും അല്ലെങ്കിൽ അതിന് മനഃശുദ്ധി ഉണ്ടെങ്കിൽ, മനഃശുദ്ധിയും ആ പറയുന്ന ആൾക്ക് അതിനനുസരിച്ചുള്ള യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുന്ന ഉടനെ തന്നെ ആ ഭാവം പ്രകാശിക്കുന്നതാണ്. ഇപ്പൊ ആ ഗോപികൾക്ക് ആ ഭാവം ഉണ്ടായി എന്നാണ്. അവരുടെ അജ്ഞാനം, ആത്മവിസ്മൃതി ആകുന്ന അജ്ഞാനം അതോട് കൂടിയിട്ട് നീങ്ങുകയാണ്. അവസാനം അവരെന്താ പ്രാർത്ഥിച്ചത്? ഈ പറഞ്ഞതുപോലെ ഈ തത്വജ്ഞാനം ഉള്ളിൽ ഉറയ്ക്കണമെങ്കിൽ ഭഗവാനെ അവിടുത്തെ പാതാരബിന്ദങ്ങളില് നിഷ്കളങ്ക ഭക്തി ഉണ്ടാവണം. നിരന്തരം ആ പാതാരബിന്ദങ്ങള് ഞങ്ങളുടെ ഹൃദയത്തില് ധ്യേയവസ്തുവായിട്ട് തോന്നിക്കൊണ്ടിരിക്കണം. കാരണം ആ പരമവസ്തു, അതായത് ഭഗവാന്റെ പാതാരബിന്ദങ്ങള് യോഗികൾ എപ്പോഴും ഹൃദയത്തിൽ ധരിക്കുന്നതാണ്. ഞങ്ങൾക്ക് യോഗികളെ പോലുള്ള പരിശുദ്ധിയൊന്നും ഇല്ല, എങ്കിലും ഞങ്ങളുടെ ഹൃദയത്തില് ആ പാതാരബിന്ദങ്ങൾ എപ്പോഴും തെളിഞ്ഞു കാണണം. അങ്ങനെ വന്നു കഴിഞ്ഞാലോ ഈ പ്രപഞ്ചത്തില് ലൗകികമായിട്ട് അനുഭവിക്കുന്ന ഈ സംസാര ദുഃഖം, അല്ലെങ്കിൽ ഈ പ്രാപഞ്ചിക ദുഃഖം, അല്ലെങ്കിൽ ഈ സംസാര ദുഃഖം എന്നേക്കുമായിട്ട് നമുക്ക് നശിക്കുന്നതാണ്. അല്ലെങ്കിൽ സംസാര ദുഃഖം വരുന്ന സമയത്തും ഭഗവത് പാതാരവിന്ദങ്ങളെ ഹൃദയത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ദുഃഖത്തെ നമുക്ക് അനുഭവിക്കാനുള്ള ശക്തി, അതിനെ തരണം ചെയ്യാനുള്ള മാർഗം നമുക്ക് അതുകൊണ്ട് തെളിഞ്ഞു കിട്ടുന്നതാണ്. ദുഃഖം അനുഭവിക്കാതിരിക്കാൻ വയ്യ, കാരണം പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് സുഖവും ദുഃഖവും ഒക്കെ. അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശരീരം എടുത്തു വന്നിരിക്കുന്നത്. അപ്പൊ അത് അനുഭവിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. അപ്പൊ അനുഭവിക്കണം. അപ്പൊ എന്ത് വേണം? അനുഭവിക്കുന്ന സമയത്തും അത് നമ്മളെ തളർത്താതെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്ത് വേണം? ഭഗവത് സ്മരണ. അങ്ങനെ ഭഗവത് സ്മരണയോട് കൂടിയിട്ട് വരുന്ന ദുഃഖങ്ങളെയൊക്കെ, വരുന്ന സുഖങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ ഭഗവാന്റെ പ്രസാദമായിട്ട് കാണുക. അപ്പൊ സുഖദുഃഖങ്ങളിൽ നമുക്ക് ആ ആഹ്ലാദവും വിഷാദവും ഉണ്ടാവില്ല. അങ്ങനെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ നമുക്ക് പ്രാപിക്കാനും കഴിയും. അതാണ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഗോപികൾ അങ്ങനെ ഒരു പ്രാർത്ഥന ഭഗവാനോട് പ്രാർത്ഥിച്ചത്. അപ്പൊ നമ്മളും എപ്പോഴും ഏത് പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്തും ഭഗവത് സ്മരണ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ സദാ സർവത്ര നമ്മൾ ഭഗവാന്റെ ആ ഭാവത്തെ ഉള്ളിൽ കണ്ടുകൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ജീവിതം കൊണ്ട്, ഈ ജന്മം കൊണ്ട് തന്നെ ആ പരമഗതിയെ പ്രാപിക്കാൻ കഴിയുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് കഴിഞ്ഞ ശേഷം അടുത്ത 83-ാമത്തെ അധ്യായമാണ്. അവിടെ പാഞ്ചാലി ഭഗവത് പത്നിമാരെ കാണുകയാണ്. അവര് പാഞ്ചാലിയോട് അവരുടെ വിവാഹ വൃത്താന്തങ്ങളെ കുറിച്ച് വർണ്ണിക്കുകയാണ്. ഇവിടെ പറഞ്ഞു, വിവാഹം എന്ന് വെച്ചാൽ തന്നെ വിശേഷേണയുള്ള വാഹനം എന്നാണ്. അതായത് പുരുഷന്
ആ അതായത് ലക്ഷ്യത്തെ അനുഭവിക്കാനായുള്ള വാഹനമാണ് സ്ത്രീ. ആ സ്ത്രീക്ക് ലക്ഷ്യത്തെ അനുഭവിക്കാനുള്ള മാർഗം വാഹനമാണ് പുരുഷന്മാണ്. അപ്പോ ആ വിവാഹബന്ധം, ഈ വിവാഹം എന്നൊക്കെ പറഞ്ഞാല് ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാണ്. അപ്പൊ ഈ സംസ്കാരങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ജീവനെ ഈശ്വരനിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വിവാഹം എന്നുള്ളത് പരമ പവിത്രമായിട്ടുള്ള ഒരു സംസ്കാര ക്രിയയാണ്. ആ സംസ്കാര ക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പുരുഷനായിരിക്കുന്ന ജീവനും ജീവനെ സംബന്ധിച്ച് പുരുഷൻ സ്ത്രീ ഒന്നുമില്ല, ശരീരത്തെ സംബന്ധിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ പുരുഷനും സ്ത്രീക്കും ആ പുരുഷനിലൂടെ ആ സ്ത്രീക്ക് ഈശ്വരനെ പ്രാപിക്കാനുള്ള മാർഗം, അതുപോലെ സ്ത്രീ പുരുഷനിലൂടെ ഈശ്വരനെ പ്രാപിക്കാനുള്ള മാർഗം, പുരുഷന് സ്ത്രീയിലൂടെ ഈശ്വരനെ പ്രാപിക്കാനുള്ള മാർഗം. അത് വളരെ പരിശുദ്ധമാണെന്ന് കാണിച്ചു തരികയാണ്. അപ്പൊ ആ വിവാഹ ബന്ധത്തിന്റെ താല്പര്യം എന്തായിരിക്കണം? ആ ഭഗവാന്റെ പാദഭക്തി, ഭഗവാനിലുള്ള പാദഭക്തി, ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കുക, ഈശ്വരനെ ആശ്രയിക്കലാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ജീവൻ കൃതാർത്ഥനാവുന്നത് ഈശ്വരാശ്രയം പൂർണ്ണമാകുമ്പോഴാണ്. അപ്പൊ ആ വിവാഹ ബന്ധത്തിലൂടെ ഭഗവാനിൽ എത്തുക എന്നാണ്. ജീവൻ പൂർണ്ണമായിട്ട് ഈശ്വരനിൽ എത്തുന്ന സംഗതിയാണ്. അപ്പൊ ഇവിടെ തദാനുഗ്രഹ്യ ഭഗവാൻ ഗോപീനാം സഗുരുർഗതി യുധിഷ്ഠിരമതാവൃത്തിൽ സർവാംശ സുഹൃതോവ്യം. ഇപ്പോ ഗോപികൾക്ക് ഭഗവാൻ പരമാത്മ ജ്ഞാനത്തെ ഉപദേശിച്ച ശേഷം, അവരെ അനുഗ്രഹിച്ചതിന് ശേഷം യുധിഷ്ഠിര മഹാരാജാവിനോട് ഭഗവാൻ കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്യുകയാണെന്നാണ്. എന്താ? യുധിഷ്ഠിര മഹാരാജാവിനോട് ചോദിച്ചു, എന്തൊക്കെയാ രാജാവേ, അങ്ങക്ക് ക്ഷേമം തന്നെയല്ലേ എന്നാണ് ചോദിക്കുന്നത് എന്നാണ്. നോക്കൂ, ഈ ലോകത്തിന്റെ നാഥനായിട്ടുള്ള ഭഗവാൻ യുധിഷ്ഠിരനോട് തന്റെ ക്ഷേമത്തെക്കുറിച്ച് വേണ്ട വിധത്തില് അന്വേഷിക്കുകയും വേണ്ട പോലെ സൽക്കാരങ്ങളൊക്കെ ചെയ്തപ്പോ യുധിഷ്ഠിര മഹാരാജാവിന് വളരെ സന്തോഷമായി എന്നാണ്. ഭഗവാനെ അവിടുത്തെ പാദസ്പർശം കൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാവിധ പാപങ്ങളും നശിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് എന്നാണ്. അങ്ങനെ ആ ഭഗവാന്റെ ആ ദർശനം കൊണ്ട് തന്നെ എല്ലാവിധ പാപങ്ങളും നശിച്ച് ഞങ്ങൾ പരിശുദ്ധരായി എന്ന ഭാവത്തില് യുധിഷ്ഠിര മഹാരാജാവ് സന്തോഷത്തോട് കൂടിയിട്ട് ഭഗവാനോട് പറയുകയാണ്, ഉദോ ശിവം ത്വച്ചരണാംബുജാസവം മഹത്മനസ്തോമുഖ നിസ്സൃതം കുജിത്. പറയാണ്, ഭഗവാനെ എങ്ങനെ ഞങ്ങൾക്ക് അശിവ് ഉണ്ടാകും? ഞങ്ങളുടെ ജീവിതത്തിൽ അമംഗളം എന്നുള്ളതില്ല. എന്താ കാരണം? ഞങ്ങൾ എപ്പോഴും പരമമംഗള സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ മഹാത്മ്യങ്ങളെ ഭക്തന്മാരുടെ മുഖത്തു നിന്ന്, മഹാത്മാക്കളുടെ മുഖത്തു നിന്ന് ചെവികളിലൂടെ വാരിക്കോരി കുടിക്കുക. ഭഗവാന്റെ കഥകള്, ഭഗവാന്റെ മഹാത്മ്യങ്ങള് ഭക്തന്മാരുടെ മുഖത്തു നിന്ന് കേൾക്കുന്ന സമയത്ത് അവിടെ വല്ല അമംഗളങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ്. കാരണം ആ സമയത്ത് നമ്മുടെ ശരീരത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഈ ആത്മവിസ്മൃതി അല്ലെങ്കിൽ അജ്ഞാനം എന്നുള്ളത് ആ സമയത്ത് നമ്മളെ ബാധിക്കുന്നില്ല. കാരണം നമ്മൾ ആ സമയത്ത് പൂർണ്ണമായിട്ട് ശരീരത്തെ മറന്ന് ഭഗവാന്റെ കഥകൾ എങ്ങനെ കേൾക്കുകയാണ്. അപ്പൊ അവർക്ക് ഒരിക്കലും അമംഗളങ്ങൾ സംഭവിക്കില്ലല്ലോ. അപ്പൊ നമ്മുടെ ജീവിതത്തിലുള്ള അമംഗളങ്ങൾക്ക് കാരണം ഈശ്വരനെ മറക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ആ അമംഗളങ്ങളെ പോലും മംഗളമാക്കാൻ എന്താ മാർഗം? ഈശ്വര സ്മരണയോട് കൂടിയിട്ട് എപ്പോഴും ഭഗവാന്റെ കഥകൾ നിരന്തരം കേൾക്കുക എന്നാണ്. ഭഗവാന്റെ സ്വരൂപത്തെ ധ്യാനിക്കുക, ഭഗവാന്റെ തിരുനാമം ജപിക്കുക. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ മംഗളം മാത്രമേ ഉണ്ട്. അതാണ് ഇപ്പൊ യുധിഷ്ഠിരനും പറയും, ഞങ്ങൾക്ക് എത്ര വലിയ ആപത്ത് വരുന്ന സമയത്തും ആ സമയത്തൊക്കെ ഞങ്ങൾ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ സ്മരിച്ചത് കൊണ്ട് ആ ആപത്ത് ഞങ്ങൾക്ക് സമ്പത്തായിട്ട് മാറിയില്ലോ. അപ്പൊ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ അശിവം എന്നുള്ളതില്ല, അമംഗളം എന്നുള്ളതില്ല എന്ന് പറയുകയാണ്. നോക്കൂ, ഭഗവാൻ ആരാ? ഹിത്വാത്മധാമ വിദുത ആത്മകൃതത്യവസ്ഥം ആനന്ദ സംഭവം അഖണ്ഡം അഗുപ്തബോധം കാലോപസൃഷ്ട നിഗമാവന ആത്തയോഗമായ ആകൃതി പരമഹംസഗതിം നദാസ്മാ. പറയണ ഭഗവാനെ, അവിടുന്ന് ഇപ്പോ ശരിക്ക് എന്താ ലോകത്തിലെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഈ അവസ്ഥകളെയൊക്കെ നോക്കിയ, അതായത് ബുദ്ധിയില് സത്വഗുണത്തിന്റെ ഭാവം കൊണ്ട് ജാഗ്രതാവസ്ഥയും, ബുദ്ധിയില് രജോ ഗുണത്തിന്റെ ഭാവം കൊണ്ട് സ്വപ്നാവസ്ഥയും, ബുദ്ധിയില് തമോ ഗുണത്തിന്റെ ഭാവം കൊണ്ട് സുഷുപ്തി എന്ന അവസ്ഥ ഉണ്ടാവുകയാണ്. ഈ മൂന്നവസ്ഥകൾക്കും സാക്ഷിയായിട്ട് വിളങ്ങുന്നതാണ്, മൂന്നവസ്ഥകളെയും അറിയുന്ന അറിവായിട്ട് വിളങ്ങുന്ന ആളാണ് ആത്മാവായിട്ടുള്ള ഭഗവാൻ. ആ ഭഗവാനെ സംബന്ധിച്ച്, ആത്മാവിനെ സംബന്ധിച്ച് ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയൊന്നും ഇല്ല. ശരിക്കും ആ തുരീയം എന്ന പരമ അവസ്ഥയിൽ തന്നെയാണ്. അതിന് യാതൊരു വ്യത്യാസവും ഇല്ലാണ്ട് നിൽക്കുന്നത്, ഒരിക്കലും മാറ്റവും ഇല്ലാണ്ട് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അങ്ങയുടെ, അതായത് സ്വന്തം പരമാത്മഭാവം കൊണ്ട്, ജ്ഞാനഭാവം കൊണ്ട് ആ ജാഗ്രത സ്വപ്ന സുഷുപ്തിയാകുന്ന മൂന്നവസ്ഥകളെയും തള്ളിക്കളഞ്ഞ് ഏകനായിട്ട് ഒരു മാറ്റവും ഇല്ലാണ്ട് പരിപൂർണനായിട്ട് വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ് അവിടുന്ന്. ആരാ? അനന്തമാത്ര സ്വരൂപനാ ഭഗവാൻ എന്നാണ്. അഖണ്ഡ സച്ചിദാനന്ദമാണ്, നശിക്കാത്ത ബോധത്തോട് കൂടിയവനാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നശിക്കാത്ത ഈശ്വരൻ?
ഇങ്ങനെ സ്വരൂപം സ്വീകരിച്ച് പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വന്നത് എന്നാണെങ്കിൽ കാലം കൊണ്ട് നശിച്ചു പോയതായിട്ടുള്ള ധർമ്മത്തെ, അതായത് ആ സർവത്ര നിറഞ്ഞവനായിട്ടുള്ള ഭഗവാൻ ആ മറവില്ലാത്ത ജ്ഞാനശക്തിയോട് കൂടിയവനാണ്. കാലപ്രവാഹം കൊണ്ട് ദുഷിച്ച ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യോഗമായ കൊണ്ട് സ്വരൂപം സ്വീകരിച്ചു വന്നിരിക്കുന്നത്. അങ്ങനെ യോഗമായ പ്രഭാവം കൊണ്ട് ശരീരം സ്വീകരിച്ച് ധർമ്മ സംരക്ഷണത്തിനായിട്ട് അവതരിച്ച അല്ലയോ പരമഹംസന്മാരുടെ പ്രാപ്യസ്ഥാനമായിട്ടുള്ള നിന്തിരുവടിയെ ഞങ്ങൾ ഇതാ നമസ്കരിക്കുന്നു എന്നാണ് യുധിഷ്ഠിര മഹാരാജാവ്. അപ്പോ ഭഗവാൻ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഓരോ ശരീരം സ്വീകരിച്ച് യോഗമായ കൊണ്ട് ശരീരം സ്വീകരിച്ച് ഭൂമിയിലേക്ക് വരുന്നത്. പരമഹംസന്മാരുടെയൊക്കെ പ്രാപ്യസ്ഥാനം, പരമഹംസന്മാർ എന്ന് വെച്ചാൽ ജ്ഞാനികളിൽ ഏറ്റവും ഉന്നതന്മാരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ ജ്ഞാനം കൊണ്ടാണ് നമുക്ക് അജ്ഞാനത്തെ ഇല്ലാണ്ടാക്കിയിട്ട് ഈ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ പ്രാപിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ നിലയിൽ പരമഹംസന്മാരുടെ മനസ്സ് പോലെ ശുദ്ധമായതുപോലെ നമ്മുടെ മനസ്സൊക്കെ ശുദ്ധമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പരമാത്മജ്ഞാനത്തെ പരമാത്മജ്ഞാനം ഈശ്വരനാണ്, ബ്രഹ്മസത്യം ജഗത് മിഥ്യ. അപ്പൊ ആ ജ്ഞാനത്തെ നമുക്ക് അനുഭവ സ്വരൂപമാക്കി തീർക്കാൻ കഴിയുള്ളൂ എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള പരമഹംസന്മാരുടെ പ്രാപ്യസ്ഥാനമായ ജ്ഞാനികളുടെ പ്രാപ്യസ്ഥാനമായിട്ടുള്ള ഭഗവാന് നമസ്കാരം എന്ന് പറയുകയാണ്. ഇങ്ങനെ ആ ശ്രീകൃഷ്ണ ഭഗവാനും ധർമ്മപുത്രരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പാഞ്ചാലി ഭഗവത് പത്നിമാരോട് ഭഗവത് പത്നിമാരുടെ അടുത്ത് ചെന്നു എന്നാണ്. 16,008 പത്നിമാര് അവരുടെ അടുത്ത് ചെന്ന് പാഞ്ചാലി അവരുടെ വിവാഹ വിശേഷങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് ദ്രൗപദി ചോദിച്ചത്. ഹേ വൈദർഭ്യച്യുതോ ഭദ്രേ ഹേ ജാമ്പവതി കൗസലേ ഹേ സത്യഭാമേ കാളിന്തി ശൈഭ്യേ രോഹിണി ലക്ഷ്മണേ ഹേ കൃഷ്ണപത്നേരന്നോ ഭൂതവോ ഭഗവാൻ സ്വയം ഉഭയമേ യഥാലോകമനുകുർവൻ സ്വമായയാ. പറയണ അല്ലയോ രുക്മിണി, ഭദ്രേ, ജാമ്പവതി, അതുപോലെ തന്നെ സത്യഭാമേ, കാളിന്തി, ശൈഭ്യേ, രോഹിണി, ലക്ഷ്മണേ, അല്ലയോ മറ്റ് കൃഷ്ണപത്നിമാരെ. ലോകരീതികളെ അനുസരിക്കുന്ന ഭഗവാൻ, കാരണം മനുഷ്യരൂപത്തിലാണല്ലോ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ലോകത്തിന്റെ ഭാവങ്ങളെയൊക്കെ അനുസരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കൃഷ്ണൻ സ്വമായ കൊണ്ട് ഏത് വിധത്തിലാണ് നിങ്ങളെയൊക്കെ വിവാഹം കഴിച്ചത് എന്നാണ് ഞാൻ തിരക്കിടില്ല. എന്താ പാഞ്ചാലികൾ ചോദിക്കാൻ കാരണം? ഞങ്ങളുടെ ഗുരുനാഥൻ പറയാറുണ്ട്, അത് മുഴുവൻ ഇവിടെ താണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് സംശയം ഉണ്ടായില്ല. എന്തായാലും അദ്ദേഹം പറയാറുണ്ട്, ഈ പാഞ്ചാലി വലിയ തറവാട്ടിൽ നിന്ന് വന്ന ആളാ. കാരണം പാഞ്ചാലിയുടെ വിവാഹമൊക്കെ കുറച്ച് കേമായിട്ടാണ് അല്ലേ? നല്ല കേമായിട്ട് വിവാഹം കഴിഞ്ഞ് വന്ന പല പഴയ മുത്തശ്ശിമാരൊക്കെ എപ്പോഴും അതിനെക്കുറിച്ച് പറയാറുണ്ട്. അപ്പൊ അതുപോലെ പാഞ്ചാലിയും, അതായത് മറ്റാർക്കും ലക്ഷ്യം ഭേദിക്കാൻ കഴിയാത്ത ലക്ഷ്യത്തെ അർജുനൻ ഭേദിച്ചിട്ടാണ് പാഞ്ചാലിയെ അർജുനനെ സ്വന്തമാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ പാണ്ഡവന്മാർക്ക് സ്വന്തമായത് പാഞ്ചാലി. അപ്പൊ അങ്ങനെ ഒരു വിവാഹ സമ്പ്രദായത്തിലൂടെ പാണ്ഡവന്മാരുടെ ഭാര്യയായിട്ടുള്ള പാഞ്ചാലിക്ക് വലിയൊരു കേമായിട്ടുള്ള ഭാവത്തിലുള്ളവളാണ് എന്നൊരു തോന്നൽ ഇല്ലാതിരിക്കാൻ വയ്യ. എന്തായാലും കുറച്ച് സ്ത്രീകൾ രജോ ഗുണം അധികം ഉള്ളത് കൊണ്ട് അവർക്ക് തോന്നാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് താൻ വലിയ കേമാണെന്നുള്ള ഭാവത്തിൽ പാഞ്ചാലിക്ക് ചെറിയൊരു തോന്നൽ ഉള്ളത് കൊണ്ടായിരിക്കണം ഭഗവത് പത്നിമാരോട് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ ഭഗവത് പത്നിമാരുടെ മറുപടി കേട്ടതോടുകൂടി പാഞ്ചാലിക്ക് തോന്നി, പാഞ്ചാലി മനസ്സിലാക്കുന്നത് എന്താ, താൻ വലിയ കേമത്തിയാണെന്നുള്ള അഹങ്കാരമൊക്കെ പോയിട്ട് ആ ഭഗവത് പത്നിമാര് ഏതൊരു ഭാവത്തിലാണോ ഭഗവാനെ ആശ്രയിക്കുന്നത്, ഭക്തി, ആ ഭക്തി ഭാവം എനിക്ക് ഉണ്ടാവണേന്നാണ് പിന്നെ പാഞ്ചാലി പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അഹങ്കാരം തീരെ പോവുകയാണ്. അപ്പൊ അതിനുള്ളൊരു മാർഗമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. പാഞ്ചാലിയുടെ ഉള്ളിൽ ചിലല്ലെങ്കിലും അഹങ്കാരം ഉണ്ടെങ്കിൽ അതില്ലാണ്ട് പാഞ്ചാലിയുടെ മനസ്സും ഭഗവത് പത്നിമാരുടെ ആ സാമീപ്യം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സത്സംഗം കൊണ്ട് ശുദ്ധമാകുന്ന നില കാണിച്ചു തരികയാണെന്ന് വേണം നമുക്കിതിനെ മനസ്സിലാക്കാനാണ്. അപ്പൊ അവിടെ ഓരോരുത്തരായിട്ട് അവരുടെ വിവാഹ വൃത്താന്തങ്ങളൊക്കെ പറയുകയാണ്. എന്താ വിവാഹ വൃത്താന്തങ്ങൾ? ഓരോരുത്തരും രുക്മിണിയാണ് ആദ്യം പറയണത് എന്നാണ്. എന്താ? ചൈത്യായ മാർപ്പയിതുമുദ്യത കാർമുകേഷു രാജത്വജേയ പടശേഖരിതാംഗ്രിണോ നിന്യേ മൃഗേന്ദ്ര ഇവ ഭാഗമജാവിയൂതാൽ തശ്രീനികേത ചരണോസ്തു മമാർച്ചനായ. പറയാണ് രുക്മിണി എന്താ പറഞ്ഞത്? എന്നെ ശിശുപാലന വിവാഹം കഴിച്ചു കൊടുക്കാൻ ജ്യേഷ്ഠനായിട്ട് രുക്മിണി നിശ്ചയിച്ചു എന്നാണ്. അസംഖ്യം രാജാക്കന്മാര് സൈന്യസമേതരായിട്ട് നോക്കി നിൽക്കുക. ആടുകളുടെ മധ്യത്തിൽ നിന്ന് സിംഹം സ്വന്തം ഇരയെ എന്നതുപോലെ ഭഗവാൻ എന്നെ അപഹരിച്ചു കൊണ്ടുവന്ന് വിവാഹം കഴിക്കുകയാണ് ഉണ്ടായത് രാക്ഷസ വിധി അനുസരിച്ച്.
അങ്ങനെയുള്ള ആ ഭഗവാന്റെ അപ്പൊ ഇത് വിവാഹ വൃത്താന്തം പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ രുക്മിണിയുടെ പ്രാർത്ഥനയാണ് പിന്നെ അവസാനം പറയുന്നത്. എന്താ പ്രാർത്ഥന? എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ പാഞ്ചാലി, എന്താ? അങ്ങനെയുള്ള ആ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ എനിക്ക് എന്നെന്നും ആരാധിക്കാൻ സാധിക്കുമാറാവണം. അപ്പൊ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ ആരാധിക്കലാണ് എന്റെ ആ ഭഗവാന്റെ പത്നീപദം അലങ്കരിക്കുന്നത് കൊണ്ടുള്ള എന്റെ ലക്ഷ്യം എന്നാണ്. അപ്പൊ ഭഗവതാശ്രയം ഭക്തി ഇതാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ്. അത് കഴിഞ്ഞ പിന്നെ അടുത്ത ആള് സത്യഭാമ പറയുകയാണ് എന്നാണ്. എന്റെ അതായത് സഹോദരനായിട്ടുള്ള, അതായത് പ്രസേന വധം കൊണ്ട് സന്തപ്തനായ എന്റെ അച്ഛൻ സത്രാജിത്ത്, ഭഗവാനാണ് അനുജനെ കൊന്ന് സമന്തകരത്ന അപഹരിച്ചതെന്ന് അപവാദം പറഞ്ഞു ഭഗവാനെ കുറിച്ച്. ഈ അപവാദം തീർക്കാനായിട്ട് ജാമ്പവാനെ ജയിച്ച് ശ്രീകൃഷ്ണൻ രത്നം വീണ്ടുകൊണ്ട് വന്നപ്പോ പശ്ചാത്താപ വിവശനായിട്ടുള്ള എന്റെ അച്ഛൻ എന്നെ ഭഗവാന് സമർപ്പിക്കുകയാണ് ഉണ്ടായത് എന്നാണ്. അപ്പോ ആ പാപത്തിന് പരിഹാരമായിട്ടാണ് അവിടെ ഇങ്ങനെ ഒരു കാര്യം ആ സത്യഭാമ പറയുകയാണ് എന്നാണ്. അത് കഴിഞ്ഞ് ജാമ്പവതി പറയുകയാണ്, എന്താ? എന്റെ അച്ഛൻ 27 ദിവസം, ജാമ്പവാൻ 27 ദിവസം ഭഗവാനോട് യുദ്ധം ചെയ്തതിന് ശേഷമാണ് തന്റെ സ്വാമിയായിട്ടുള്ള ശ്രീരാമചന്ദ്രനാണ് ഈ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയത് എന്നാണ്. ഉടനെ തന്നെ അദ്ദേഹം എന്നെയും സെമന്തകരത്നത്തെയും ഭഗവാന് സമർപ്പിച്ചു. പാഞ്ചാലി, ഞാൻ എന്നെന്നും ഭഗവാന്റെ ദാസിയാണ്. ഇതാണ് ജാമ്പവതിയുടെ ഭാവം, ഭഗവാന്റെ ദാസ്യം എന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് ആ കാളിന്തി പറയുകയാണ്, അവിടുത്തെ പാദസ്പർശത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഞാന് കാളിന്തിയിൽ തപസ് ചെയ്യുകയാണെന്ന്. എന്റെ ആഗ്രഹം മനസ്സിലാക്കിയിട്ട് അർജുനനോടുകൂടി വന്നാണ് ഭഗവാൻ എന്നെ സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുവന്നത്. ഭഗവാന്റെ അന്തഃപുരം അടിച്ചു വാരുന്ന ഒരു ദാസ്യ പ്രവൃത്തിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, അതാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അതിനെന്നും ഭഗവാന്റെ ദാസ്യം ചെയ്യാൻ എനിക്ക് എന്നും ഭാഗ്യം ഉണ്ടാവണേ, ഇതാണ് എന്റെ പ്രാർത്ഥന. ഇത് നോക്കൂ, അവിടെ ആ കാളിന്തിയുടെ സൂര്യപുത്രിയ കാളിന്തി, എന്നിട്ടാണ് കാളിന്തി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്നാണ്. അവരുടെ ആ ഭക്തി, വിനയം, എളിമ ഇതൊക്കെയാണ്. ഭഗവാനെ സേവിക്കാൻ ഏതെങ്കിലും തരത്തിലൊരു സന്ദർഭം അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ അവരുടെ ജന്മം കൊണ്ട് അവരുടെ ജന്മത്തെ ഭഗവത് സേവയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മുടെയൊക്കെ ജന്മം ഈശ്വര പൂജയ്ക്കുള്ളതാണ്, ഈശ്വരനെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈശ്വരനെ സേവിക്കുക എന്ന് വെച്ചാൽ വിഗ്രഹത്തെ മാത്രം പൂജിക്കുന്നതല്ല ഈശ്വരനെ സേവിക്കുക. സകല ജീവജാലങ്ങളെയും കാരുണ്യത്തോടുകൂടിയും ദയോടും കൂടെ നമുക്ക് കഴിയുന്ന കാര്യങ്ങള് മറ്റുള്ളവരുടെ ഹിതത്തിനായിട്ട് ചെയ്തുകൊണ്ട് ജീവിക്കുന്നത് വലിയൊരു ഈശ്വര പൂജയാണ്. കാരണം എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് ഏകനായിട്ടുള്ള ഭഗവാൻ, അതാണ്. അത് കഴിഞ്ഞ് പിന്നെ ആ മിത്രവിന്ദ പറയുകയാണ്, ഞാൻ ഭഗവാനെ ശരിക്കും ഗാഠമായിട്ട് സ്നേഹിച്ചിരുന്നു എന്നാണ്. എന്റെ ആഗ്രഹത്തിന് വിപരീതമായിട്ട് ജ്യേഷ്ഠന്മാരായിട്ടുള്ള വിന്ദാനുവിന്ദന്മാര് കൃഷ്ണനെ മാത്രം ക്ഷണിക്കാതെ എന്റെ സ്വയംവരം നിശ്ചയിച്ചു എന്നാണ്. എന്റെ അമ്മാവന്റെ മകനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. സ്വയംവരത്തിന് വന്ന രാജാക്കന്മാരെയും എന്റെ ജ്യേഷ്ഠന്മാരെയും തോൽപ്പിച്ചിട്ട് ഭഗവാൻ എന്നെ അപഹരിച്ചു കൊണ്ടുവന്ന് വിവാഹം കഴിക്കാനുണ്ടായത്. ആ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ കഴിയിക്കാനുള്ള, ആ എപ്പോഴും പൂജിക്കാനുള്ള ഭാഗ്യം ഓരോ ജന്മത്തിലും ഉണ്ടാവണേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇതാണ് അവന്തി രാജകുമാരിയായിട്ടുള്ള മിത്രവിദ്യയുടെ ഭാവം. അവിടെയും ആ ഭക്തിയുടെ ഭാവമാണ് കാണിക്കുന്നത്, ആ വിനയത്തിന്റെ ഭാവം. പിന്നെ അത് കഴിഞ്ഞ് സത്യ പറയുകയാണ്, എന്റെ അച്ഛന്റെ അധീനത്തില് അതിശക്തന്മാരും മൂക്ക് കയറിടാത്തവരുമായ 7 കാളകളുണ്ട് എന്നാണ്. വീരന്മാരുടെ ഗന്ധം പോലും സഹിക്കാത്തവയായിരുന്നു ആ കാളകൾ. ആ കാളകളെ പിടിച്ച് ബന്ധിക്കുന്ന ആൾക്ക് മാത്രമേ എന്നെ നൽകൂ എന്നാണ് അച്ഛൻ നിശ്ചയിച്ചത്. രാജാക്കന്മാരുടെ ശക്തി പരീക്ഷിക്കാനാണ് അങ്ങനെ ഒരു വിളംബരം ചെയ്തത്. പലരും കാളകളുടെ കുത്തേറ്റ് തോറ്റോടി പോവുകയാണ്. ആ 7 കാളകളെയും 7 സ്വരൂപം സ്വീകരിച്ച് ഭഗവാൻ നിമിഷ നേരം കൊണ്ട് ബന്ധിച്ചു. ശരിക്കും ആ ഈ ആട്ടുകുട്ടികളെ ഇടയന്മാരെന്നതുപോലെ അത്ര നിഷ്പ്രയാസമായിട്ടാണ് ഭഗവാൻ അവയെ ബന്ധിച്ചത് എന്നാണ്. എന്റെ അച്ഛനും എനിക്കും വളരെ സന്തോഷമായി. എന്റെ അച്ഛൻ എന്നെയും അസംഖ്യം ദാസീദാസന്മാരെയും ഒരക്ഷൗണി സൈന്യത്തെയും ഭഗവാന് സമർപ്പിച്ചു. യുദ്ധത്തിന് വന്ന രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ച് ഭഗവാൻ എന്നെ ദ്വാരകയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ദാസ്യം എന്നെന്നും എനിക്കുണ്ടാവണേ എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള പ്രാർത്ഥന എന്നാണ് കോസല രാജകുമാരിയായിട്ടുള്ള സത്യയുടെ അവസ്ഥ എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ ഭദ്ര പറയുകയാണ്, ശ്രീകൃഷ്ണനിലെ അനുരക്തിയായിട്ടുള്ള എന്നെ എന്റെ അച്ഛൻ ഒരക്ഷൗണി സൈന്യത്തോടും വളരെയധികം ദാസിമാരോടും കൂടെ ഭഗവാന് സമർപ്പിക്കുകയുണ്ടായത്. എന്റെ അമ്മാവന്റെ മകനാണ് കൃഷ്ണൻ എന്നൊരു ബന്ധവും കൂടി ഞങ്ങൾ തമ്മിലുണ്ട് എന്നാണ്. കർമ്മവാസനകളുടെ ഫലം അനുഭവിക്കാനായിട്ട് എനിക്കിനി എത്ര ജന്മങ്ങൾ വേണ്ടി വരും എന്നറിയില്ല. ആ ജന്മങ്ങളിലൊക്കെയും ഭഗവാന്റെ പാദസ്പർശം സാധിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണേ, ഇതാണ് കേകേ രാജകുമാരിയായിട്ടുള്ള ഭദ്രയുടെ പ്രാർത്ഥന എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ
ലക്ഷ്മണ പറയുകയാണ്, ഭഗവാന്റെ അവതാര ലീലകള് കൗമാരക്കാലം മുതൽ തന്നെ എനിക്ക് നാരദ മഹർഷിയിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ട് എന്റെ മനസ്സ് ഇന്ദ്രാദി ദേവന്മാരെയൊക്കെ ഉപേക്ഷിച്ച് ലക്ഷ്മി ദേവിയെ പോലെ ശ്രീകൃഷ്ണനിൽ തന്നെ ഉറച്ചു എന്നാണ്. എന്റെ അച്ഛന്റെ പേര് ബൃഹത്സേനൻ എന്നായിരുന്നു എന്നാണ്. അച്ഛൻ എന്നിൽ വളരെയധികം വാത്സല്യമുള്ള ആളാണ്. അതുകൊണ്ട് ഭഗവാന് മാത്രം സാധിക്കുന്ന ഒരു പരീക്ഷയാണ് എന്റെ സ്വയംവരത്തിന് അച്ഛൻ ഏർപ്പെടുത്തിയത് എന്നാണ് പറയണ. പാഞ്ചാലി എന്റെ വിവാഹം പോലെ തന്നെ എന്റെയും വിവാഹം എന്നാണ്. അപ്പൊ പാഞ്ചാലി ചോദിച്ചു, എന്താ ലക്ഷ്മണ കിളിയൊക്കെ ഉണ്ടായിരുന്നോ? കാരണം ചുറ്റിത്തിരിയുന്ന കിളിയെ ലക്ഷ്യഭേദം ചെയ്തിട്ടാണല്ലോ അർജുനെ സ്വന്താക്കാൻ പറ്റിയത് പാഞ്ചാലിയെ. അപ്പൊ പറഞ്ഞു, പാഞ്ചാലി എന്റെ കിളി പോലെയൊന്നും അല്ല എന്റെ കിളി എന്നാണ്. എന്താ അതായത് പാഞ്ചാലിക്ക് അർജുനെ ഭരിക്കാനായിട്ട് ഒരു ലക്ഷ്യം എഴുതി മുറിക്കണം എന്നൊരു പരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നല്ലോ പാഞ്ചാലിയുടെ അച്ഛൻ. അതിലും വിഷമകരമായിട്ടൊരു പരീക്ഷണമാണ് എന്റെ അച്ഛൻ ഏർപ്പാട് ചെയ്തത് എന്നാണ്. കാരണം പാഞ്ചാല രാജാവ് അർജുനന് അതായത് മറ്റേ ലക്ഷ്യം ഭേദിക്കാൻ, ദ്രുപദ രാജാവ് അർജുനന് മാത്രം ഭേദിക്കാൻ കഴിയുന്ന വിധം മത്സ്യ ലക്ഷ്യം നിർമ്മിച്ചു വെച്ചു എന്നാണ്. അത് പുറമേ കാണില്ല. ഏകാഗ്ര ദൃഷ്ടി ഉണ്ടെങ്കിൽ അടുത്തുള്ള ആ സ്തംഭത്തിന്റെ അഗ്രത്തിലാണ് അത് കാണുക. അർജുനൻ അത് കണ്ടുപിടിച്ച് ഭേദിച്ചു. ഇവിടെ ലക്ഷ്മണിയുടെ പിതാവായിട്ടുള്ള ബൃഹസ്സേനൻ നിർമ്മിച്ചു വെച്ച മത്സ്യത്തെ പുറമേ കാണില്ല. താഴെ വെച്ചിരിക്കുന്ന ജലപാത്രത്തില് ആ ജലത്തില് പ്രതിബിംബിക്കും. ആ പ്രതിബിംബം നോക്കിയിട്ട് വേണം ആ ലക്ഷ്യഭേദം ചെയ്ത് ആ ഭദ്രയെ ലക്ഷ്മണയെ വിവാഹം കഴിക്കുക എന്നാണ്. അപ്പോ പ്രത്യേക സ്ഥാനത്ത് ഒരു കേന്ദ്രത്തില് ഒരു മത്സ്യത്തിന്റെ ബിംബം, അതിന്റെ പ്രതിബിംബം ജലാശയത്തിൽ കാണും താഴെയുള്ളത്. ജലാശയത്തിലുള്ള പ്രതിബിംബത്തെ നോക്കിയിട്ട് വേണം ബിംബത്തിൽ അത്ര അയച്ച് അതിനെ ലക്ഷ്യം ഭേദിപ്പിച്ചിട്ട് അതിനെ മുറിച്ചിട്ട് ലക്ഷ്മണയെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ്. പല ആളുകളും വന്നു എന്നാണ് ഇവിടെ പറയുന്നത് എന്നാണ്. അതില് ഒരുപാട് രാജാക്കന്മാര് സർവ്വദിക്കിൽ നിന്നും വരികയാണ്. പക്ഷെ അവർക്ക് ആർക്കും ആ ലക്ഷ്യം കാണാനേ കഴിഞ്ഞില്ല എന്നാണ്. ഓരോരുത്തര് അവരുടെ കഴിവനുസരിച്ചിട്ടൊക്കെ നോക്കണുണ്ട്, പറ്റണേ ഇല്ല. ഇവിടെ പറയുന്നുണ്ട് എല്ലാവരും വന്നു, അതായത് പാണ്ഡവന്മാരും വന്നിട്ടുണ്ടായിരുന്നു അത് ലക്ഷ്യം ഭേദിക്കാനായിട്ട് എന്നാണ്. അവർക്കൊന്നും അത് കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഒരുപാട് രാജാക്കന്മാര് വന്ന് അതൊന്നും അവർക്കൊന്നും വെല്ലുവിളിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ പറയുന്നു, ജരാസന്ധൻ, ശിശുപാലൻ, ദുര്യോധനൻ, ഭീമൻ, കർണൻ, അവരൊക്കെ വന്നു, പക്ഷെ അവർക്കൊന്നും അതിന് കഴിഞ്ഞില്ല എന്നാണ്. പിന്നെ അർജുനൻ വന്നു എന്നാണ്. അർജുനൻ വന്ന വില്ല് കൊലിച്ച് വെള്ളത്തിലെ പ്രതിബിംബത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് മേലോട്ട് ശരം അയച്ചു. പക്ഷേ ശരം ലക്ഷ്യത്തെ ഒന്ന് തൊട്ട് കടന്നുപോയി എന്നാണ്, അല്ലാണ്ട് മുറിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നെ ലക്ഷ്യഭേദം ചെയ്തിട്ട് സ്വന്തമാക്കിയത് എന്നാണ്. ഇത് കേട്ടപ്പോ ആ ദ്രൗപദിയുടെ അഹങ്കാരം കുറച്ചൊക്കെ കുറഞ്ഞു. കാരണം തന്നെക്കാളും കേമത്തി അപ്പുറത്തൊരാളുണ്ടല്ലോ, അപ്പൊ ഒരു ഭാവമൊക്കെ വന്നു എന്നാണ്. അങ്ങനെ ആകാശത്ത് പുഷ്പവൃഷ്ടിയൊക്കെ ഉണ്ടായി. ഞാൻ തന്നെ ശരിക്കും വസ്ത്രാഭരണങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ട് ആ സ്വയംവര മണ്ഡപത്തിലേക്ക് വരണമാല്യവുമായിട്ട് വന്ന് ഭഗവാന്റെ കഴുത്തിൽ മാലയണിഞ്ഞു എന്നാണ്. പിന്നെ ഇപ്പോ പല രാജാക്കന്മാരും അവിടെ വന്നിട്ടുണ്ട്. എന്നെ കിട്ടാത്തത് കൊണ്ട് നിരാശരായിട്ട് രാജാക്കന്മാരൊക്കെ യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. അപ്പൊ ഭഗവാനോ ശരിക്കും തന്റെ വില്ല് കൊലച്ച യുദ്ധത്തിന് തയ്യാറായി. ആ ദാരുകനാണച്ച തേര് തെളിച്ചു. രാജാക്കന്മാരെയൊക്കെ ഒരേ സമയത്ത് ഭഗവാന്റെ നേരെ ശരവർഷം രാജാക്കന്മാരൊക്കെ ഭഗവാന്റെ നേരെ ശരം പ്രയോഗിക്കുകയാണ്. ശാർങ്ങം എന്ന വില്ലിൽ നിന്ന് നിരന്തരം വർഷിക്കപ്പെട്ട ശരങ്ങളാൽ ശരിക്കും ആ രാജാക്കന്മാരൊക്കെ തോൽപ്പിക്കപ്പെടുകയാണ്. അവസാനം അനേകം ദാസിമാരെയും വലിയ സൈന്യത്തെയും ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ആയുധങ്ങളെയും എൻ്റെ അച്ഛൻ സ്വയം പൂർണ്ണനായിട്ടുള്ള ഭഗവാന് സമ്മാനിച്ചു എന്നാണ്. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നെ ദ്വാരകയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ്. നമുക്ക് പറയാണ്, ഇതാണ് ലക്ഷ്മണയുടെ വിവാഹ വൃത്താന്തം എന്നാണ്. അപ്പോൾ പാഞ്ചാലിയേക്കാളും കുറേയും കൂടെ ആ പരീക്ഷണം ഗംഭീരായിട്ടുള്ള ആളാണ് ഇവിടെ ലക്ഷ്മണ എന്നാണ്. അങ്ങനെ ലക്ഷ്മണയെ ഭഗവാൻ സ്വന്തമാക്കിയിട്ടുള്ള കഥ ഇതൊക്കെ ഇവിടെ പറയുക. ലക്ഷ്മണ, പാഞ്ചാലി ഭഗവാന് ഞങ്ങളുടെ ഒന്നും ആവശ്യമില്ലവോ? കാരണം ഭഗവാൻ ആത്മാരാമനാ. ഇപ്പൊ നമ്മളുടെ ഈ ശരീരം കൊണ്ട് സുഖം അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് വേറൊരു ശരീരത്തെ ആശ്രയിക്കുന്നത് സുഖം കിട്ടുന്നുള്ള തെറ്റിദ്ധാരണയില്ല. ഭഗവാനെ സംബന്ധിച്ച് വേണ്ട, ഭഗവാൻ എപ്പോഴും ആനന്ദ സ്വരൂപനാണ്, ആത്മാരാമനാണ്. തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, ആത്മാവിൽ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾ ആനന്ദത്തിന് വേണ്ടിയിട്ട് വേറൊന്നിനെ ആശ്രയിക്കണല്ലോ ഇല്ല. അപ്പൊ ആത്മാരാമനായിട്ടുള്ള ഭഗവാന് ഞങ്ങളെ കൊണ്ട് വിശേഷിച്ച് ഒരു പ്രയോജനവും ഇല്ല. പക്ഷെ ഞങ്ങള് അവിടുത്തെ ഗൃഹദാസിമാരാണ്. സർവസംഘ പരിത്യാഗം ചെയ്ത് പൂർവ്വജന്മത്തിൽ ഞങ്ങൾ വളരെ കാലം തപസ് ചെയ്തിട്ടുണ്ടാവും.
ആ തപസ്സിന്റെ ആ പുണ്യത്തിന്റെ ഫലമായിട്ടാണ് ഭഗവാന്റെ ദാസിമാരായിട്ട് തീരാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായത് എന്നാണ്. ഇങ്ങനെ ആ മധുര രാജകുമാരിയായിട്ട് ലക്ഷ്മണ, അപ്പൊ അവരുടെയൊക്കെ ഭാവം എന്താ? പൂർവ്വജന്മത്തിൽ ചെയ്ത തപസ്സിന്റെ പ്രഭാവം കൊണ്ടാണ് ഇപ്പൊ ഭഗവാന്റെ പത്നീപദം അലങ്കരിക്കാനും ഭഗവാനെ സേവിക്കാനുമുള്ള ആഗ്രഹം കിട്ടുക. അപ്പൊ പൂർവ്വജന്മത്തിൽ സുഹൃതം ചെയ്തിട്ടുള്ള ജീവന്മാർക്ക് മാത്രമേ ഭഗവാന്റെ ഒരു തിരുനാമം ജപിക്കാൻ പോലും തോന്നുള്ളൂ. ഇപ്പൊ ഭാഗവതം കേൾക്കണമെങ്കിൽ തന്നെ എന്താ വേണ്ടത്? ജന്മാന്തര കൃതം പുണ്യം, ജന്മാന്തരത്തിൽ ചെയ്തിട്ടുള്ള പുണ്യം കൊണ്ട് മാത്രമേ ഭാഗവതം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഭാഗവതത്തിന്റെ അടുത്തേക്ക് വരാൻ തന്നെ കഴിയുള്ളൂ എന്നാണ്. ജന്മാന്തരേ ഭവേൽ പുണ്യം തഥാ ഭാഗവതം ലഭേതെന്നാണ്. ജന്മാന്തരത്തിൽ പുണ്യം ചെയ്തിട്ടുള്ള ജീവന്മാർക്ക് മാത്രമേ ഭാഗവതത്തെ ആശ്രയിക്കാനും ഭാഗവതം വായിക്കാനും ഭാഗവതത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ കഴിയുള്ളൂ, ഇല്ലെങ്കിൽ കഴിയില്ല. അപ്പൊ ഇവരൊക്കെ ആ ഭാഗവത സ്വരൂപിയായിട്ടുള്ള ഭഗവാനെ ആ ഭർതൃഭാവത്തിൽ സേവിക്കാൻ, ശുശ്രൂഷിക്കാൻ, ഭഗവാന്റെ പാദദാസ്യം അനുഭവിക്കാൻ, ഭഗവാന്റെ പാദം സേവിക്കാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയത് ഞങ്ങള് പൂർവ്വജന്മത്തിൽ ചെയ്ത തപസ്സിന്റെ പ്രഭാവം ഒന്നുകൊണ്ട് മാത്രം. ഇതാണ് അവരുടെയൊക്കെ ഭാവം എന്നാണ്. അപ്പൊ ഈ നോക്കൂ, ആ 17 ലോകത്തിന്റെയും അധിപനായ ബ്രഹ്മാണ്ട കോടികളുടെ മുഴുവൻ നായകനായിട്ടുള്ള ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടിയിട്ടും ആ ഭഗവത് പത്നിമാരുടെ ഭാവം എന്താ? ഭഗവാനെ ദാസ്യഭാവത്തെ ശുശ്രൂഷിക്കാൻ കഴിയണം. അങ്ങനെ ഭഗവാനെ ഈ തരത്തിൽ ശുശ്രൂഷിക്കാൻ കഴിയുന്നത് ആ പൂർവ്വജന്മത്തിൽ ചെയ്ത തപസ്സിന്റെ പ്രഭാവം കൊണ്ടാണ്. അവർക്ക് തെല്ലും നോക്കൂ, ഈ ലോകത്തിന്റെ മുഴുവൻ ചക്രവർത്തിയായിട്ടുള്ള ഭഗവാൻ, അല്ലെങ്കിൽ ബ്രഹ്മാണ്ഡ കോടികളുടെ ചക്രവർത്തിയായിട്ടുള്ള ഭഗവാനെ കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക്, അതായത് അഹങ്കാരവും ഭാവവും ഒക്കെ വരും. ഇവിടെ അതൊന്നുമില്ല. ഭഗവാനെ ഈ തരത്തിൽ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം, ഞങ്ങൾ പൂർവ്വജന്മത്തിൽ ചെയ്ത തപസ്സിന്റെ പ്രഭാവം. ആ ജന്മജന്മാന്തരങ്ങളിലും ആ ഒരു പുണ്യം ഞങ്ങൾക്ക് ഉണ്ടാവണം. എപ്പോഴും ഭഗവാനെ സേവിക്കാനായിട്ട് ജീവിതം അതിനായിട്ട് വിനിയോഗിക്കാൻ കഴിയണം. ഇതാണ് അവരുടെയൊക്കെ പ്രാർത്ഥന. അപ്പൊ മനുഷ്യജന്മം നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? ഈശ്വരനെ സേവിക്കാൻ വേണ്ടിയിട്ട്, ആ ഈശ്വരനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട്. ആ ജീവന് ഈശ്വരനെ ആശ്രയിക്കുക വഴി മാത്രമേ പൂർണ്ണത ലഭിക്കുള്ളൂ. അപ്പൊ അതിനാണ് കിട്ടിയത്. അപ്പൊ വീണ്ടും വീണ്ടും ഭാഗവത് അതാ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ലോകത്തിലെ വിഷയങ്ങളെ അനുഭവിക്കാനായിട്ട് കിട്ടിയതൊന്നുമല്ല നമുക്ക് ഈ മനുഷ്യജന്മം. ലോകത്തിലെ വിഷയങ്ങളെ അനുഭവിക്കണമെങ്കിൽ ഈ മനുഷ്യജന്മത്തിന്റെ ആവശ്യമില്ല. വല്ല പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ കാക്കയായിട്ടോ കോഴിയായിട്ടോ ഒക്കെ ജനിച്ചാലും നമ്മൾ അനുഭവിക്കുന്ന വിഷയസുഖം അതിനനുഭവിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ആ ഈശ്വരനെ ആശ്രയിക്കുക, ഈശ്വരനെ അനുഭവിക്കുക, അത് മനുഷ്യജന്മം കൊണ്ട് മാത്രമേ തരാറുള്ളൂ. അതുകൊണ്ടാണ് സ്വർഗലോകത്തുള്ള ദേവന്മാര് പോലും കൊതിക്കുന്നു. എന്താ കൊതിക്കുന്നത്? ആ ഭാരതഭൂമിയില് അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതൂ കാലം ജനിച്ചു കൊണ്ടിടുവാൻ. ആ ഒരു പുല്ലായിട്ടൊരു ജന്മം ഭാരതഭൂമിയിൽ കിട്ടണം എന്ന് അവര് കൊതിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ദേവന്മാര് പോലും കൊതിക്കുന്നതാണ് ഭാരതഭൂമിയിൽ ഒരു മനുഷ്യജന്മം. അപ്പൊ മനസ്സിലാക്കൂ ഭാരതത്തിന്റെ ശ്രേഷ്ഠത. ഭാരതഭൂമിയിൽ കിട്ടിയിട്ടുള്ള മനുഷ്യജന്മം ചില്ലറയൊന്നുമല്ല. ഏറ്റവും അനവധി ജന്മങ്ങൾ എടുത്തിട്ടാണ് ഒരു മനുഷ്യജന്മം നമുക്ക് പിന്നെ കിട്ടുന്നത്. അതും ഭാരതഭൂമിയിൽ കിട്ടിയാലോ തീർച്ചയായിട്ടും ഭാരതഭൂമിയിൽ മാത്രമുള്ള ഒരു സംസ്കാരമാണ്, ഒരു പ്രഭാവമാണ്, അല്ലെങ്കിൽ ഭാരതഭൂമിയുടെ മാത്രം പ്രത്യേകതയാണ്. ഇതുപോലെ ഭഗവാന്റെ മഹാത്മ്യങ്ങള്, ഭഗവാന്റെ കഥകള് നിരന്തരം പല ദിക്കിലും ഇരുന്ന് മഹാത്മാക്കള് കേൾക്കണം എന്ന് ആഗ്രഹമുള്ള ഭക്തന്മാർക്കായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഈ സത്സംഗം എന്നുള്ളത് എല്ലായിടത്തും നിന്നാണ്. ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തന്മാർ ഒരുപാടുണ്ടാകും ഭാരതഭൂമിയിൽ എന്നാണ്. ആ പുണ്യഭൂമിയാണ്. തം ദേവനിർമ്മിതം ദേശം എന്നാണ് ആ ഭാരതത്തിന്റെ പ്രത്യേകത അതാ. അപ്പൊ അവിടെ ധാരാളം ഭക്തന്മാര് ഭഗവത് കഥകള്, കഥാപ്രവാഹം, അതായത് ഭഗവത് കഥകളാകുന്ന ഗംഗ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗവത ഗംഗ എന്നാണ്. അപ്പോ ഇവിടെ മാത്രമുള്ള പ്രത്യേകതയാ, അല്ലാണ്ട് അത് സ്വർഗലോകത്തില് മറ്റൊന്നുമില്ല. അതൊന്ന് ആസ്വദിക്കാൻ സ്വർഗലോകത്തിൽ ഇരുന്നിട്ട് ദേവന്മാർക്ക് യോഗം കിട്ടണില്ല. അപ്പൊ ഭഗവത് കഥകൾ കേൾക്കണമെങ്കിൽ ഭാരതഭൂമിയിൽ മനുഷ്യജന്മം കിട്ടിയ ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വൈദേശികന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഭാരതത്തിലേക്ക് വരുന്നത്. എന്തിന്? ആ ഭഗവാന്റെ കഥ കേൾക്കാൻ, ഭഗവാന്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ, ആ ഭാരതഭൂമിയുടെ പ്രത്യേകത അനുസരിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ആ ഭാരതഭൂമിയിൽ ചെയ്യുന്ന അതായത് സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ട് നമുക്കും ജീവിതത്തില് ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ.
അപ്പൊ സമാധാനം വേണോ, ശാന്തി വേണോ, നശിക്കാത്ത സുഖം വേണോ, ജീവിതത്തിന് ലക്ഷ്യമാകുന്ന ആനന്ദം അനുഭവിക്കണം എന്ന് ആഗ്രഹമുണ്ടോ, അതിന് ഭാരതഭൂമിയിൽ എത്തണം എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരൊക്കെ നമ്മുടെ സംസ്കാരത്തെ ആശ്രയിച്ച് ആ സംസ്കാരം അതായത് അതിനെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി തീർത്തിട്ട് അവര് ജീവിത ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ പലതും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ ഈ ഭാരത സംസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കാതെ, അതായത് ഭാരതത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കാതെ, നമ്മുടെ സംസ്കാരത്തിന്റെ പവിത്രത മനസ്സിലാക്കാതെ ജീവിക്കുന്നത് ഭാരതീയർ മാത്രമാണ്. മറ്റുള്ളവർക്കൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ, അതിനെ ആ ഭാരതം എന്ന് കേട്ടാൽ തന്നെ അവർക്ക് ഒരു പ്രത്യേക ഭാവമൊക്കെ ഉണ്ട് എന്നാണ്. നമുക്കാണ് നമ്മുടെ സംസ്കാരത്തോട് തീരെ അവഗണനീയ നമുക്ക് എന്നാണ്. കാരണം നമ്മൾ അതിന്റെ മാഹാത്മ്യം മനസ്സിലാക്കിയിട്ടില്ല. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് കുറച്ച് ഭോഗങ്ങളും അനുഭവങ്ങളും മാത്രം, ഈ ലോകത്തിലെ അനുഭവങ്ങൾ. ഈ ലോകത്തിലെ അനുഭവങ്ങൾ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല എന്നല്ലേ നമുക്ക് ഇത്രയും കാലം മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതം തന്നെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് സമ്പന്നന്മാരായിട്ട് രാഷ്ട്രക്കാരാണ് മറ്റുള്ളവരൊക്കെ. അവര് എല്ലാം കൊണ്ടും അതായത് സമ്പന്നന്മാരാണ്. പക്ഷെ അവർക്ക് അവിടെ പൂർണ്ണതയില്ല, സമാധാനം ഇല്ല. എന്നിട്ടോ വേണ്ടത് സമാധാനമാണ്, ശാന്തിയാണ്, മനസ്സിന്റെ ആ ഭാവമാണ്. അത് ഭാരതത്തിൽ ചെന്ന് മഹാത്മാക്കളെ ആശ്രയിച്ച് ആ മഹാത്മാക്കളിൽ നിന്ന് ആ ഈശ്വരന്റെ മഹിമകളെ കുറിച്ച് കേൾക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് എത്ര പേരാണ് ആ ഭാരത സംസ്കാരത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ വരുന്നത് പുറത്തുനിന്ന്. നമ്മളാണെച്ചാലോ ഭാരതത്തില് നല്ലൊരു മനുഷ്യജന്മം കിട്ടി. ആ കിട്ടി ഇവിടെ നിന്ന് കുറച്ച് വിദ്യാഭ്യാസമൊക്കെ സമ്പാദിച്ചിട്ട് നേരെ ചെല്ലുന്നത് വിദേശത്തേക്കാണ്. എന്താ കാരണം? ജീവിതത്തിന്റെ ലക്ഷ്യം കുറച്ച് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഈ പണം കൊണ്ടൊന്നും നമുക്ക് രക്ഷയൊന്നും കിട്ടാൻ പോണില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് കിട്ടില്ല. ഭൗതികമായിട്ട് എന്തെങ്കിലുമൊക്കെ നേടി മറ്റുള്ള ആളുകളുടെ മുമ്പിൽ കേവനാണെന്ന് നടിക്കാൻ പറ്റും. പക്ഷേ അവന്റെ ഉള്ളില് ആ ഒരു ഭാവം ഉണ്ടല്ലോ, അവൻ ആഗ്രഹിക്കുന്ന ഒരു സത്യമുണ്ട്, എന്ത്? നശിക്കാത്ത ആനന്ദം. അതൊരിക്കലും നമുക്ക് ഈ ഭോഗങ്ങളുടെ പിന്നാലെ പോയാലോ ഈ പണത്തിന്റെ പിന്നാലെ പോയാലോ ഒരിക്കലും അത് കിട്ടാൻ പോകില്ല. അതനുഭവിച്ച് ഭോഗങ്ങളും ആ പണത്തിന്റെ പ്രഭാവം കൊണ്ടുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ അനുഭവിച്ച് കുറച്ചു കഴിഞ്ഞാൽ തോന്നും ഇതിലൊന്നും താൻ അന്വേഷിക്കുന്നത് കിട്ടണില്ലല്ലോ എന്ന് തോന്നുന്നതാണ്. കുറച്ചു കാലം അതിന്റെ അടുത്ത് പിന്നാലെ പോയാൽ മനസ്സിലാവും എന്ത്? ഈ പട്ടിയുടെ വാല് പോലെയാണ് അത്. എന്താ ഇവിടെ അന്വേഷിച്ചത് കിട്ടില്ല എന്ന് മനസ്സിലാവും. കാരണം പട്ടിയുടെ വാല് എത്ര കാലം നമ്മൾ കുഴലിലിട്ട് വെച്ചാലും കുഴലങ്ങ് നിവൃത്തി മാറ്റി കഴിഞ്ഞാല് വീണ്ടും പഴയ പോലെ ശ്വാവിൻ വാലെന്ന പോലെ വളയും ഉലകിനെ നേരെയാക്കാൻ പ്രയാസം. അതുപോലെ അപ്പൊ കുറച്ചു കാലം നമ്മൾ പ്രകൃതിയിലെ ഈ ലോകത്തിലെ ഭോഗങ്ങളുടെ പിന്നാലെ അരിഞ്ഞു നടക്കുമ്പോ അപ്പൊ നമ്മളെ ഒന്ന് പഠിപ്പിക്കും പ്രകൃതി. എന്താ പഠിപ്പിക്കുക? ഇതിലൊന്നും നീ അന്വേഷിക്കുന്നതായിട്ടുള്ള ശാന്തിയോ സമാധാനമോ ഇല്ല. അപ്പൊ ഇവിടെയല്ല നീ അന്വേഷിക്കേണ്ടത്, അത് ഭഗവാനിൽ ഈശ്വരനില് ഉള്ളിലാണ് എന്ന് മനസ്സിലാക്കുക. അതൊരു ഗുണമുണ്ട്. കുറച്ചു കാലം പോയാൽ ഇത് അന്വേഷിച്ച കിട്ടാത്തതാണെന്ന് മനസ്സിലാവും. പിന്നെ ആ പുറത്തുള്ള അന്വേഷണമൊക്കെ നിർത്തും നമ്മൾ എന്നാണ്. പിന്നെയോ പുറത്തല്ല, പിന്നെ ഞാനത് അകത്തന്വേഷിക്കണം. ആ അകത്താണ് അതിരിക്കുന്നത് എന്ന് പിന്നെ പതുക്കെ നമുക്ക് ബോധ്യാവും. പിന്നെ അകത്തേക്ക് നോക്കാൻ പറ്റും. അകത്ത് നമുക്കത് അനുഭവിച്ച് നമുക്ക് ധന്യരാവാനും കഴിയുന്നതാണ്. അപ്പൊ ഇതിനാണ് നമുക്ക് ഭാരതത്തിൽ കിട്ടിയിട്ടുള്ള. അപ്പൊ ഇവിടെ ഭഗവത് പത്നിമാരുടെ പ്രഭാവം ഈ ഒരു ഭാവമാണ്. ആ ഭഗവാനെ ആശ്രയിക്കണം. ഭഗവാനെ എപ്പോഴും എത്ര ജന്മം വന്നാലും ഒരു കുഴപ്പമില്ല. ആ ജന്മങ്ങളിലൊക്കെ ഭഗവാന്റെ പാദദാസ്യം. കഴിഞ്ഞ ആ കുചേല വൃത്തത്തില് കുചേല ബ്രാഹ്മണൻ എന്താ പ്രാർത്ഥിച്ചത്? എനിക്ക് ഈ ഭോഗങ്ങളോ മണിമാളികകളോ ഇവിടുത്തെ അനുഭവങ്ങളോ ഇതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, അതൊക്കെ രണ്ടാം തരമാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വേണ്ടത് എന്താ? എനിക്ക് എന്റെ ഭഗവാനെ, സർവ ഗുണങ്ങളുടെയും വിളനിലമായിട്ടുള്ള ഭഗവാനിൽ തസ്യൈവമേ സൗഹൃദ സഖ്യ മൈത്രീ ദാസ്യം ജന്മനിശ്യാൽ. ജന്മജന്മങ്ങളിലും ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലെ സഖ്യം മൈത്രി ദാസ്യം ഇതല്ലാണ്ട് വേറെ ഒന്നും വേണ്ട. നോക്കൂ, എത്ര വലിയ സമ്പത്ത് കൊടുത്തു കുചേല ബ്രാഹ്മണ ഭഗവാൻ. എന്താ കുചേലം? അതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് എന്റെ ഭഗവാൻ. കാരണം എന്താ? ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ഭജിക്കുമ്പോ കിട്ടുന്ന സുഖമുണ്ടല്ലോ, അത് മോക്ഷത്തിൽ പോലും ഇല്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. തുലയാമ ലഭേനാഭി നസ്വർഗം നാ പുനർഭവം ഭഗവത് സംഗി സംഗത്യ മദ്യാനാങ്കിമുദാശിഷ. ഭാഗവത്തിൽ ഒരു ദിക്കിൽ പറയുന്നത്. ഭഗവത് ഭക്തന്മാരുമായിട്ട് കൂട്ടം ചേർന്ന് ഭഗവാന്റെ മഹാത്മ്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഭക്തി രസം, ആ ആനന്ദം ആ മോക്ഷത്തിൽ പോലും ഇല്ല എന്നാണ്. ഇതാണ് ഈ ഭഗവത് പത്നിമാരുടെ ആ ഭാവം. ഭഗവാന്റെ പാദദാസ്യം വേണം ജന്മജന്മാന്തരങ്ങളിൽ നിന്നാണ്. ഇതാണ് ലക്ഷ്മണ ഈ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി 16,000 കന്യകമാരെ ഒരുമിച്ച് പറയുക. എന്താ പറഞ്ഞത്? നരകാസുരന്റെ അന്തപുരത്തിലെ
ആ നരകാസുരൻ പല രാജാക്കന്മാരെയും ആ യുദ്ധത്തിൽ തോൽപ്പിച്ചു എന്നിട്ടോ അവിടുത്തെ രാജകുമാരിമാരെയൊക്കെ പിടിച്ച് കൊണ്ടുവരികയാണ്. ഭൗമം നിഹത്യ സകണം യുധി തേന രുദ്ധാ ജ്ഞാത്വാദ തഗ്നക്ഷിതിജയേ ജിതരാജകന്യ നിർമുച്യ സംസതി വിമോക്ഷണം അനുസ്മരന്തി പാദാംബുജം പരിണയായ ആപദകാമ. നരകാസുരൻ ദിഗ്വിജയത്തിനായിട്ട് പുറപ്പെട്ടപ്പോ അവൻ പരാജയപ്പെടുത്തി രാജകുമാരിമാരുടെ പുത്രിമാരായിട്ട് ഞങ്ങളെ അവന്റെ രാജധാനിയിൽ പിടിച്ചുകൊണ്ടുവന്ന് ബന്ധനത്തിലാക്കിയെന്നാണ്. സംസാരത്തിൽ നിന്ന് തന്നെ മോചനം കൊടുക്കണ ആളാ ഭഗവാൻ അല്ലേ? അപ്പൊ പിന്നെ നരകാസുരന്റെ ബന്ധനമൊന്നും ആവില്ലല്ലോ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാല്. അപ്പോ ആ അതായത് ആ ഭഗവാൻ എന്താ ചെയ്തത്? നരകാസുരനെ വധിച്ചു എന്നാണ്. നിരന്തരം ഭഗവാന്റെ പാദാംബുജത്തെ നിരന്തരം സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളെ നോക്കൂ, ആ നരകാസുരന്റെ കാരാഗ്രഹത്തിൽ കിടന്ന പീഡനങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും ഞങ്ങൾ ഭഗവാനെ കുറിച്ച് തന്നെ സ്മരിച്ചത് എന്നാണ്. കാരണം സകലവിധ ബന്ധനങ്ങളെയും ഇല്ലാണ്ടാക്കുന്ന ആളാണ് ഭഗവാൻ. ഭഗവാനെ ഒന്ന് സ്മരിച്ചാൽ തന്നെ പിന്നെ ആ ജീവന് സംസാര ബന്ധമില്ല. ആ നിലയ്ക്ക് പിന്നെ നരകാസുരന്റെ ബന്ധനം നിസ്സാരമല്ലേ? സംസാര ബന്ധനം എന്നുള്ളത് ജന്മജന്മാന്തരങ്ങളായിട്ട് ആ ജീവൻ അനുഭവിക്കേണ്ടതാ. പക്ഷെ നരകാസുരന്റെ ബന്ധനം ഈ ശരീരം കൊണ്ട് മാത്രമേ അനുഭവിക്കുള്ളൂ അല്ലെ? അപ്പോ അതത്ര നിസ്സാരമാണ്. അപ്പൊ സംസാരത്തിൽ നിന്ന് തന്നെ ജീവനെ മോചിപ്പിക്കുന്നവനായിട്ടുള്ള ഭഗവാന്റെ പാദാംബുജത്തെ നിരന്തരം സ്മരിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെ അത് മനസ്സിലാക്കിയിട്ടുള്ള ഭഗവാൻ നേരിട്ടെത്തിയിട്ട് യുദ്ധം ചെയ്ത് നരകാസുരനെ സൈന്യത്തോടു കൂടി വധിച്ച് ആപദകാമനായിട്ടുള്ള ഭഗവാൻ ഞങ്ങളെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് പരിണയിക്കുകയുണ്ടായത് എന്നാണ് ഈ 16,000 കന്യകമാരും ഒരേ സ്വരത്തിൽ പറയുന്നത്. എന്നിട്ട് എന്താ അവർ പറയുന്നത്? ഇതിലാണ് അവരുടെയൊക്കെ ഭക്തി, അവരുടെ മനസ്സിന്റെ ശുദ്ധി ഈ അടുത്ത ശ്ലോകത്തിലാണ് വർണ്ണിക്കുന്നത്. എന്താ നവയം സ്വാധി സാമ്രാജ്യം സ്വരാജ്യം ഭൈര്യമഭ്യുത വൈരാജ്യം പാരമേത്യം ച ആനന്ദ്യം വാഹരേ പദം. അറിയാണ്, നോക്കൂ, ഞങ്ങൾക്ക് അല്ലയോ പാഞ്ചാലി ചക്രവർത്തി സ്ഥാനമോ ഇന്ദ്രപദമോ അതല്ല, അതായത് ത്രൈലോക്യത്തിന്റെ ആധിപത്യമോ ഇതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വിരാട് പുരുഷന്റെ സ്ഥാനത്തെയോ ബ്രഹ്മപദത്തെയോ അന്ത്യമില്ലാത്ത ആ മോക്ഷ സ്ഥാനമായിട്ടുള്ള വിഷ്ണുപദത്തെ പോലും ഞങ്ങൾ ആഗ്രഹിക്കില്ല. മോക്ഷം പോലും വേണ്ട എന്നാണ്. നോക്കൂ, ഞങ്ങൾക്ക് വേണ്ടത് എന്താ? ആ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ പൂജിക്കുക, ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ ആശ്രയിക്കുക. അത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ്. ആ ഭഗവാന്റെ പാദരേണുക്കളെ ശിരസിൽ ധരിക്കാനൊന്ന് കഴിയണം ജന്മജന്മാന്തരങ്ങളിലും. ഇതല്ലാണ്ട് വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. നോക്കൂ, എന്താ ഭഗവാന്റെ പാദരേണുക്കളുടെയൊക്കെ പ്രത്യേകത? പ്രജസ്ത്രീയോയൽ വാജന്തി പുളിന്യസ്തൃണവീരുധാം ധാവാചാരയതോ ഗോപാ പാദസ്പരിശം മഹാത്മനാ. പശുക്കളെ മേച്ച് വനത്തിലൂടെ സഞ്ചരിക്കുന്ന അതായത് ആ ഭഗവാന്റെ പാദസ്പർശത്തെ ഗോപന്മാരും അവിടുത്തെ പുൽക്കൊടികളും ആ ചെടികളും ഒക്കെ ആഗ്രഹിക്കുകയാണ് അല്ലെ? ഗോപസ്ത്രീകള്, വൃന്ദാവനത്തിലെ സ്ത്രീകള്, അതുപോലെ പുൽക്കൊടികള്, ആ പശുപാലകരായിട്ടുള്ള ഗോപന്മാര്, ഇവരൊക്കെ ആ ഭഗവാന്റെ പാദസ്പർശത്തെ ആഗ്രഹിക്കുന്നവരല്ലേ പാഞ്ചാലി? ഞങ്ങളുടെ ആഗ്രഹവും ആ പാദരേണുക്കളെ ആശ്രയിക്കണം എന്ന് മാത്രമാണ് എന്നാണ്. അപ്പൊ ആ പാദരേണുക്കളെ ശിരസിൽ ധരിക്കാൻ കഴിയണം. ഇങ്ങനെ 16,000 പത്നിമാരും പറയുകയാണ്. അപ്പൊ ഇങ്ങനെ 16,008 ഭഗവത് പത്നിമാരുടെ ഭാവത്തെ കേട്ടപ്പോ പാഞ്ചാലിക്ക് മനസ്സിലായി അവർക്ക് ഭഗവാനോടുള്ള ഭക്തിയുടെ ഭാവം എന്നാണ്. അവരുടെ ഭഗവാനോടുള്ള ഭക്തി ഭാവം കണ്ടപ്പോഴോ പാഞ്ചാലിയുടെ ഉള്ളിലും ആ ഭക്തിയുടെ പ്രഭാവം ശരിയായിട്ട് അനുഭവിക്കാൻ കഴിയുക. നോക്കൂ, ഇവര് ആ ദുർലഭമായിരിക്കുന്ന ആ പാദതുള്ളി ഭഗവാന്റെ കൃപ ലഭിച്ചവർക്ക് മാത്രമല്ലേ സുലഭമായിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഭഗവാനെ ഈ തരത്തിൽ ഭർതൃഭാവത്തിൽ ശുശ്രൂഷിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാല് അത് ഭഗവത് പത്നിമാരുടെ ഭാഗ്യം തന്നെയാണ്. ആ ഭാഗ്യം പൂർവ്വജന്മത്തിൽ ചെയ്ത സുഹൃതം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. നോക്കൂ, ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പറയണം എന്നുണ്ടെങ്കിൽ, ഭഗവത് പരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നമ്മുടെ ഈ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവങ്ങളെ കൊണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ആ പൂർവ്വജന്മ സുഹൃതം തന്നെ വേണം. അല്ലാത്ത ആളുകൾക്ക് പറ്റില്ല അത് എന്നാണ്. ഇതൊക്കെ നമുക്ക് ജീവിതത്തിലെ അനുഭവങ്ങളാണ് എന്നാണ്. ഭഗവാനെ ആശ്രയിക്കുക എന്നൊക്കെ വെച്ചാൽ എല്ലാവർക്കും തരാവണമെന്നല്ല. ഭാഗവതം എടുക്കുക, ഭാഗവത ഒരു അധ്യായത്തിൽ ഒരു ദിവസം വായിക്കുക, അതിന്റെ താല്പര്യത്തെ കുറിച്ച് മനസ്സിലാക്കുക, ഭഗവാന്റെ തിരുനാമം ജപിക്കുക. ഇതൊക്കെ നമുക്ക് പൂർവ്വജന്മത്തില് സുഹൃതം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ജീവന് ഇപ്പൊ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പറ്റില്ല. അതിനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും അതിന് കഴിയില്ല. നമുക്ക് അതിന് ഭഗവാന്റെ കാരുണ്യം തന്നെ വേണം. ആ പൂർവ്വജന്മത്തിൽ അതിനുള്ള യോഗ്യത നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടാവണം. എങ്കിലേ നമുക്ക് ഈ ജന്മത്തിലെങ്കിലും ഭഗവാന്റെ തിരുനാമം ജപിക്കാനോ. നോക്കൂ, നമുക്കൊരു മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ട് വലിയ കേടൊന്നും കൂടാതെ.
ആ കിട്ടിയ മനുഷ്യജന്മം കൊണ്ട് ആ ഭഗവാനെ ആശ്രയിക്കാനാണ് നമ്മളൊക്കെ ശ്രമിക്കേണ്ടത്. അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. എത്രത്ര കഥകളിലൂടെ എത്രത്ര മഹാത്മാക്കള് ഓരോ കഥാപാത്രങ്ങളും ഭാഗവതത്തിലൂടെ നമുക്ക് കാണിച്ചു തരണോ. ഈശ്വരനെ ആശ്രയിക്കൂ, ഗുരുവായൂരപ്പനെ ഭജിക്കൂ, ഭഗവാന്റെ തിരുനാമം ഒന്ന് ജപിക്കൂ, ഭഗവാന്റെ കഥകളൊന്ന് കേൾക്കൂ, എങ്കിലോ നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരും. ഭഗവാനിലേക്ക് നമ്മൾ ഒരടി വെച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളിലേക്ക് 10 അടി വെക്കും. പക്ഷേ നമ്മൾ ഭഗവാനിലേക്ക് ഒരടി വെക്കാൻ മടിക്കുകയാണ്. എന്താ അത്? കാരണം ഭഗവാൻ നമ്മളെ രക്ഷിക്കുമോ എന്നുള്ള ഒരു വിശ്വാസക്കുറവാ. നമുക്ക് ബാക്കി എല്ലാറ്റിലും വിശ്വാസം ഉണ്ട് എന്നാണ്, പക്ഷെ ഈശ്വരനിൽ ആ വിശ്വാസം ഇല്ല. നോക്കൂ, നമ്മൾ നമ്മുടെ ഭാര്യയെ വിശ്വസിക്കുന്നത് പോലെ, മക്കളെ വിശ്വസിക്കുന്നത് പോലെ, ഭർത്താവിനെ വിശ്വസിക്കുന്നത് പോലെ, നമ്മുടെ ഡോക്ടറെ വിശ്വസിക്കുന്നത് പോലെ, നമ്മൾ കഴിക്കുന്ന മെഡിസിനെ വിശ്വസിക്കുന്നത് പോലെ, ഇനിയിപ്പോ നമ്മൾ വിചാരിക്കുന്ന പ്രസ്ഥാനത്തെ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ നമുക്ക് ഈശ്വരന് വിശ്വാസം ഉണ്ടോ? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. വെറുതെ പറയുന്നുണ്ട് എന്ന് വെറുതെ പറയുക, അല്ലാണ്ട് ഉള്ളിൽ തട്ടി ചോദിച്ചാൽ ഇല്ല എന്നാണ് അവരുടെ പ്രവൃത്തി എന്ന് നമുക്ക് മനസ്സിലാവുക. ഈശ്വരൻ ഈ വിശ്വാസത്തെക്കാളും ഒക്കെ 10 ഇരട്ടി വിശ്വാസം നമുക്ക് ഈശ്വരനാടാ വേണ്ടത്. ഈശ്വരനിൽ വിശ്വാസമുണ്ട്. ഈശ്വരൻ പ്രസാദിച്ചാലേ ഭാര്യ ഭർത്താവിനെ രക്ഷിക്കുള്ളൂ, ഭർത്താവ് ഭാര്യയെ രക്ഷിക്കുള്ളൂ, മക്കള് അച്ഛനമ്മമാരെ രക്ഷിക്കുള്ളൂ, അച്ഛനമ്മമാർക്ക് മക്കളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെ? ഇവിടെ പറയില്ലേ പ്രഹ്ലാദൻ, ഭഗവാനെ അച്ഛനമ്മമാരുടെ രൂപത്തിൽ ആരായിരിക്കുന്നത്? ഭഗവാൻ. മക്കളുടെ രൂപത്തിൽ ഇരിക്കുന്നത് ആര്? ഭഗവാൻ. അപ്പോ ഇവിടെ ആ തരത്തിൽ ഇപ്പോ ഭഗവാൻ പ്രസാദിച്ചാലേ അത് കഴിയുള്ളൂ. ഒരു അമ്മയ്ക്ക് അച്ഛനെ നോക്കണം, അതായത് ഭർത്താവിനെ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ സംരക്ഷിക്കണമെങ്കിൽ അവിടെ ഭഗവാന്റെ പ്രസാദം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഒരു അച്ഛനമ്മമാർക്ക് മക്കളെ രക്ഷിക്കണമെങ്കിൽ അത് അതായത് ഈശ്വര പ്രസാദം കൊണ്ടേ പറ്റുള്ളൂ, ഭഗവാൻ സന്തോഷിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ ഏത് വിശ്വാസത്തിന്റെയും അടിസ്ഥാനം ഈശ്വരനാണ്. ആ വിശ്വാസം തന്നെ ഈശ്വരനാ. അപ്പൊ നമ്മൾ ഒരു ഡോക്ടറെ കണ്ടു, ആ ഡോക്ടർ നമ്മളെ പരിശോധിച്ചു, ആ ഡോക്ടർ നമ്മുടെ രോഗത്തിന് കാരണം അറിഞ്ഞ് അതിനുള്ള മരുന്ന് കുറിച്ച് തന്ന് അത് കഴിച്ച് രോഗം ഭേദമാവണമെങ്കിൽ ആ രോഗിയുടെ ഉള്ളിലും ആ ഡോക്ടറുടെ ഉള്ളിലും ശരിക്കും ഭഗവാൻ ശരിയായിട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് രോഗത്തിന്റെ കാരണം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഔഷധം കഴിക്കാനും അത് കഴിച്ച് രോഗം മാറാനും കാരണം ഉണ്ടാവുന്നത്. അപ്പൊ ആ കാരണത്തിന്റെ അടിസ്ഥാനം എന്താ? ഈശ്വരനാണ്. ഡോക്ടറുടെ ഉള്ളില് ആ ചൈതന്യം ശരിയായിട്ട് പ്രകാശിക്കുമ്പോഴാണ് രോഗിയുടെ രോഗത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നത്. അപ്പോഴാണ് അതിന് പറ്റിയ മരുന്ന് കുറിച്ച് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ പ്രവർത്തിച്ചത് ആരാണ്? ഭഗവാന്റെ കാരുണ്യല്ലേ. അപ്പൊ പറയണം, നമ്മളൊക്കെ മറ്റുള്ളവരെ രക്ഷിക്കുന്ന, അച്ഛനമ്മമാരെ സംരക്ഷിക്കുക, അച്ഛനമ്മമാര് മക്കളെ സംരക്ഷിക്കുന്നൊക്കെയാ. പ്രഹ്ലാദൻ എത്ര ഭംഗിയായിട്ട് ആ സ്തുതിയിൽ പറയുക, ഭഗവാനെ ഭഗവാനാൽ കൈയൊഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അച്ഛനമ്മമാർക്ക് എങ്ങനെ സ്വന്തം മക്കളെ രക്ഷിക്കാൻ പറ്റും? അച്ഛനമ്മമാരുടെ രൂപത്തില് ഭഗവാൻ തന്നെ പ്രവർത്തിച്ചാലേ അവരെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് സ്വന്തം അച്ഛനമ്മമാരുടെ മുമ്പിൽ വെച്ച് ആക്സിഡന്റ് ആയിട്ട് കുട്ടി മരിച്ചു എന്ന്, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതാണ്. എന്താ കാരണം? അവിടെ ഭഗവാൻ കൈയൊഴിഞ്ഞു എന്നാണ്. ഭഗവാൻ കൈയൊഴിഞ്ഞാൽ പിന്നെ ആര് രക്ഷിക്കാൻ ശ്രമിച്ചാലും രക്ഷപ്പെടുകയൊന്നുമില്ല. അപ്പൊ ഈശ്വരന്റെ സംരക്ഷണമാണ് ശരിയായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് നമ്മളെ രക്ഷിക്കുന്ന ആള് സദാ സർവത്ര, അതായത് 24 മണിക്കൂറും നമ്മളെ സംരക്ഷിച്ച് നമ്മളെ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം തന്നുകൊണ്ട് ഈ സെറ്റ് കാറ്റഗറിയിലുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ തന്നുകൊണ്ടിരിക്കുന്നത് ആരാ? ഭഗവാൻ. ഈ ശരീരത്തിന്റെ സ്ഥിതി തന്നെ നോക്കൂ. രാവിലെ നമ്മൾ കഴിച്ച ഭക്ഷണം അത് വേണ്ടതുപോലെ പാകമായിട്ട് ആ ശരീരത്തിൽ എല്ലായിടത്തും എത്തിച്ചു. ആരാതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ശരീരത്തെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കണോ? ആ ശ്വാസോച്ഛ്വാസത്തിന്റെ രൂപത്തിൽ ഭഗവാന്റെ ഉള്ളിൽ നിൽക്കണില്ലേ? അതൊന്ന് നിലച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ സർവപ്രകാരത്തിലും നമ്മളെ രക്ഷിക്കുന്നത് ഈശ്വരനാണ്. അപ്പൊ ആ ഈശ്വരനെ ആശ്രയിക്കലാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. അപ്പൊ അതാണ് എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര മഹാത്മാക്കളാണ് ആ ഭഗവാന്റെ ആ പാതാരബിന്ദങ്ങളെ ആശ്രയിച്ച് ഭക്തി വളർത്തി മറ്റുള്ളതിനെയൊക്കെ ത്യജിച്ച് ശരിക്കും ആ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പൊ അവരെ പോലെ ഇപ്പോ ഗോപസ്ത്രീകളാണെങ്കിലും ഇപ്പോ ഭഗവത് പത്നിമാരാണെങ്കിലും പറയണത് എന്താ? ഭഗവാന്റെ പാദദാസ്യം. ഭഗവാൻ അതായത് നടക്കുന്ന വഴിയൊന്ന് അടിച്ചു പോരുന്ന ഒരു ചൂലായിട്ട് ജന്മം കിട്ടിയാലും മതി എന്ന് ഇവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഗൃഹമാബ്ജിനി എന്നാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ആ ചൂലായിട്ട് അടിച്ചു പോരുന്ന സമയത്ത് ഭഗവാന്റെ ആ പാദധൂളികളെ ഏൽക്കാൻ ഒരു ഭാഗ്യം കിട്ടുമല്ലോ. അപ്പൊ എത്ര വിനയമുണ്ട് അവരുടെ ഭാവത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരൊക്കെ കേമത്തികളാണ്, ഭഗവത് പത്നിമാർ. അവർക്ക് എത്ര വേണമെങ്കിലും അഹങ്കരിച്ചുകൂടെ? പക്ഷെ അഹങ്കാരം കൊണ്ട് അവർക്ക് ആ ഭക്തിയുടെ സുഖം, ഭഗവാന്റെ പാദങ്ങളെ സേവിക്കുന്നതിന്റെ സുഖം കിട്ടില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഭഗവാനെ ആശ്രയിക്കും തോറും നമ്മുടെ അഹങ്കാരം കുറഞ്ഞു പോകും.
ആ ജീവൻ ശുദ്ധനായി തീരും. അതായത് ഈ സ്വർണം അഗ്നിയിലിട്ട് ഉരുക്കും തോറും അതിന്റെ ചെളി നീങ്ങിയിട്ട് തനി തങ്കമായിട്ട് തീരുന്നത് പോലെ ജീവൻ ഭഗവാനോട് അടുക്കും തോറും ജീവന്റെ അശുദ്ധിയൊക്കെ നീങ്ങി അഹങ്കാരമൊക്കെ പോയിട്ട് ജീവൻ ശരിക്ക് ആത്മഭാവത്തിലേക്ക് എത്തി പ്രകാശിക്കും. യാതൊരു സംശയം. ആ ഭാവമാണ് ഇപ്പൊ ഇവിടെ ഭഗവത് പത്നിമാരുടെ കഥയിലൂടെ കാണിച്ചു തരുന്നത്. അങ്ങനെയാണ് ആ ഭഗവത് പത്നിമാരുടെ വിവാഹ വൃത്താന്തത്തെ കുറിച്ചുള്ള വർണ്ണന ഇവിടെ പറയുന്നത്. ഏതായാലും ഇന്നത്തെ ആ സത്സംഗം നമുക്ക് ഇവിടെ ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ സമർപ്പിച്ചിട്ട് ഇവിടെ നിർത്താം. അടുത്ത ദിവസം ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അനുസ്മരിക്കാം. ഏതായാലും ഇന്നത്തെ ഈ ജ്ഞാനയജ്ഞം സമർപ്പണം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടി ധന്യരായിട്ടുള്ള മഹാത്മാവാണ് ഗൗരി നന്ദന. രേവതി നക്ഷത്രമാണ്. അടൂരുള്ള ഗൗരി നന്ദനയാണ് ഇന്നത്തെ സമർപ്പണം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടി ധന്യായിട്ടുള്ള ആള്. ഏതായാലും അവർക്ക് പൂർണ്ണമായിട്ടും ഭഗവത് അനുഗ്രഹം ഇല്ലാണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞു, നമുക്ക് ഭാഗവതം കേൾക്കണമെങ്കിൽ, ആ ഭാഗവതം എടുക്കണമെങ്കിൽ, ഭാഗവതത്തെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ, ഭഗവാന്റെ ഒരു നാമം ജപിക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹമുള്ള ആളുകൾക്ക് പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. അപ്പോ ഇതിന് തക്ക ഇങ്ങനെ ഒരു യജ്ഞ സമർപ്പണം നടത്താൻ തക്ക വിധത്തിലുള്ള പുണ്യം ഈ പറഞ്ഞ ഗൗരി നന്ദന അവര് പൂർവജന്മത്തിൽ സംഭരിച്ചത് ആർജിച്ചു കൊണ്ടുവന്നതാണ്. അതിനുള്ള സമയം വന്നപ്പോ ഈ കാലത്തിൽ അത് നടന്നു എന്ന് മാത്രം. അപ്പൊ അങ്ങനെ അവര് ഈ തരത്തിൽ യജ്ഞസമർപ്പണം ചെയ്തത് കൊണ്ട് അവർക്ക് മാത്രമല്ല ഇതിന്റെ പ്രയോജനം, പിന്നെയോ ഇത് കേൾക്കുന്ന ഒരുപാട് ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള പ്രയോജനം കിട്ടുന്നുണ്ട്. അപ്പൊ അവര് ചെയ്തത് വലിയൊരു സൽക്കർമ്മമാണ്. ഒരിക്കലും നശിക്കില്ല ഈ സൽക്കർമ്മത്തിന്റെ ഫലം. ജന്മജന്മാന്തരങ്ങളിലും നമ്മളെ അത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന. ബാക്കിയുള്ളതൊക്കെ പോവും. പക്ഷേ ഈ നല്ല ധാർമ്മിക പ്രവൃത്തി ചെയ്ത് അതിന്റെ ആ ഫലം ഉണ്ടല്ലോ, അത് നമ്മളെ പരലോകത്ത് ലഭിക്കും, നമ്മളെ കൂടെ വരും, അത് നമ്മളെ നന്നാക്കുകയും ചെയ്യുന്ന. ഈ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് മാത്രമല്ല ഇതിന്റെ പ്രയോജനം കിട്ടുന്നത്, അവരുടെ തറവാടിന് തന്നെ, ആ വംശത്തിന് തന്നെ 21 തലമുറയ്ക്ക് പരിശുദ്ധിയാണ് ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ട് കിട്ടുക. അതായത് അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ തോന്നിയത് പൂർവ്വജന്മ സുഹൃത്തം തന്നെയാണ്. അവർക്ക് വീണ്ടും ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ വരുമ്പോൾ ഈ തരത്തിലുള്ള സമർപ്പണാദികൾ നടത്താനുള്ള കഴിവും അതുപോലെ സന്മനസ്സും ഈശ്വരൻ അവർക്ക് കൊടുക്കട്ടെ. ശ്രീ ഗുരുവായൂരപ്പൻ അവരേതൊരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടാണോ ഈ സൽക്കർമ്മം നടത്തിയത്, ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ഈ സത്സംഗത്തിൽ പങ്കെടുത്തത് കേൾക്കുന്ന എല്ലാവരും മനസ്സിൽ ഭഗവാനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. അവർക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥന ഈ സത്സംഗത്തെ ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ സമർപ്പിക്കാം. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പിക്കാം.